ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ ബിന്നാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൺഡേയ്സ് നമ്മൾ വളരെ സന്തോഷകരമായ പാട്ടിൻ്റെ ഈരടികളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ഇന്ന് നമ്മൾ ഓർക്കുന്നത് രവീന്ദ്ര മാഷിനെയാണ്. ആരായിരുന്നു രവീന്ദ്ര മാഷ് എന്നൊക്കെ ജോസഫ് ജോൺ സാർ പറയും. നമ്മുടെ 71ാമത്തെ മ്യൂസിക് തെറാപ്പിയുടെ ദിവസമാണിന്ന്. അപ്പം അതുകൊണ്ട് തന്നെ മ്യൂസിക് തെറാപ്പിയുടെ ചില വിഷയങ്ങളും ചില ഭാഗങ്ങളും ജോസഫ് ജോൺ സാറിലൂടെ നമുക്ക് കേൾക്കാം. സോ എല്ലാവരെയും സന്തോഷത്തിന്റെ ഈ ഉത്സവത്തിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ജോസഫ് സാറിനെ. ജോസഫ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. പ്രപഞ്ചനാഥനെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങളെയും പാട്ടിനെ സ്നേഹിക്കുന്ന കൂട്ടുകാരെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ സാരഥി സാബു കേരളം സാറിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ് പാട്ടുവിശേഷങ്ങൾ. പാട്ടുവിശേഷങ്ങളിൽ നമുക്ക് 2 സെഗ്മെൻ്റാണ് ഉള്ളത്. ഒന്ന് മ്യൂസിക് തെറാപ്പിയെക്കുറിച്ചുള്ള, മ്യൂസിക് നമുക്ക് നൽകുന്ന ഗുണങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ച. അതിനുശേഷം നമ്മൾ പ്രശസ്ത സംഗീത സംവിധായകനായിരുന്ന രവീന്ദ്രൻ മാസ്റ്ററെ അനുസ്മരിക്കുന്നു. രവീന്ദ്രൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ ആലപിക്കുന്നു. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് പോകുന്നത്. എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. മ്യൂസിക് ഒരു ഹീലറാണ്. എങ്ങനെയാണ് മ്യൂസിക് ഹീല് ചെയ്യുന്നത്? ഹൗ മ്യൂസിക് ഹെൽപ്സ് പീപ്പിൾ ഹീൽ. രോഗശമന കഴിവുണ്ട്, അല്ലെങ്കിൽ ചികിത്സാപരമായ കഴിവ് മ്യൂസിക്കിനുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. മ്യൂസിക്കിനെ സുഖപ്പെടുത്താൻ കഴിയും. എങ്ങനെയാണെന്ന് നോക്കാം. മ്യൂസിക് ഹാസ് ദ പവർ ടു ടച്ച് അവർ സോൾസ്, ലിഫ്റ്റ് അവർ സ്പിരിറ്റ്സ് ആൻഡ് ദെയർബൈ ഹീൽ. നമുക്കറിയാം, മ്യൂസിക് ശ്രവിക്കുന്നത് വഴി നമ്മുടെ തലച്ചോറിലെ സെൽസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മുടെ എല്ലാ ഫങ്ഷൻസിനെ നിയന്ത്രിക്കുന്നത് തലച്ചോറിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ്, അല്ലേ? ബ്രെയിൻ ആൻഡ് ബ്രെയിനും മ്യൂസിക്കും തമ്മിൽ ഡയറക്റ്റ് കണക്ഷനാണ്. ബ്രെയിനിൻ്റെ പല ഭാഗങ്ങളെ ഒരേ സമയം ആക്ടിവേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരേ ഒരു കാര്യമാണ്, സെൻസേഷനാണ് മ്യൂസിക് എന്ന് പറയുന്നത്. ആരാണ് പറഞ്ഞത് ആത്മാവിൻ്റെ ഭാഷയാണ് സംഗീതം? ഞാനിവിടെ ആവർത്തിച്ചിട്ടുള്ളതാണ്. ഒന്ന് ഓർത്തെടുക്കുക. ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അത് നല്ലൊരു ഡെഫിനിഷനല്ലേ. ആത്മാവിൻ്റെ ഭാഷയാണ് സംഗീതം. അപ്പോൾ അതിലെല്ലാം ഉണ്ട്. അത് റൂമിയാണ് പറഞ്ഞത്, പ്രശസ്ത കവി റൂമിയാണ് പറഞ്ഞത്. അതുപോലെ പ്ലേറ്റോയുടെ ഡെഫിനിഷൻ നമ്മൾ പല പ്രാവശ്യം ഇവിടെ ചർച്ച ചെയ്തതാണ്. അതനുസരിച്ച് ഇറ്റ് ക്യാൻ ലിഫ്റ്റ് അവർ സ്പിരിറ്റ്സ്. നമ്മുടെ സ്പിരിറ്റ്സിനെ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും, നമ്മുടെ മൂഡിനെ ഉയർത്താൻ സാധിക്കും സംഗീതത്തിന്. ദെയർബൈ ഇങ്ങനെയൊക്കെയാണ് ഹീലിങ്ങിലേക്ക് വരിക. എല്ലാത്തിനും ജീവൻ കൊടുക്കുന്നത് സംഗീതമാണെന്ന് പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ട്. ടു ലൈഫ് ആൻഡ് എവരിത്തിങ്. അപ്പോൾ മ്യൂസിക് ടച്ചസ് അവർ സോൾ. അത് ഒരു ഫിലോസോഫിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും അതിലെല്ലാം ഉൾപ്പെടുന്നു എന്ന് പറയാം. മ്യൂസിക് ക്യാൻ പ്രൊവൈഡ് കംഫർട്ട് ഫോർ ദോസ് ഹു ആർ ഇൽ. അസുഖമായിരിക്കുന്നവരെ അല്ലെങ്കിൽ രോഗബാധിതരെ ആശ്വസിപ്പിക്കാനുള്ള കഴിവ് മ്യൂസിക്കിനുണ്ട്. പ്രൊവൈഡ് കംഫർട്ട് ഫോർ ദോസ് ഹു ആർ ഇൽ. അതുപോലെ തന്നെ ആ ഒരു രോഗാവസ്ഥയുമായി തൃപ്തികരമായി നേരിടാൻ, ആ രോഗാവസ്ഥയെ അല്ലെങ്കിൽ അസുഖമായിരിക്കുന്ന അവസ്ഥയെ
തൃപ്തികരമായി നേരിടുവാൻ മ്യൂസിക് സഹായിക്കുന്നു. അവിടെ സമരസപ്പെടലല്ല ചെയ്യുന്നു, രോഗവുമായി അങ്ങ് സമരസപ്പെട്ടു പോവുകയല്ല, പക്ഷെ അതിനെ ചലഞ്ച് ചെയ്യാൻ, അതിനെ തൃപ്തികരമായി നേരിടാൻ, അതിനെ കുറച്ചു കൊണ്ടുവരുവാൻ മ്യൂസിക്കിന് സഹായിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഓൺ അവർ ഫിസിക്കൽ ലെവൽ മ്യൂസിക് പ്രൊവൈഡ് ട്രാൻസ്ഫോർമേറ്റീവ് റിലാക്സേഷൻ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു എന്താ പറയുക, ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ മനസ്സിലുണ്ടാകുകയാണ്. അങ്ങനെ ട്രാൻസ്ഫോർമേറ്റീവായിട്ടുള്ള ഒരു റിലാക്സേഷൻ, ഒരു ഭാവമാറ്റം, ഒരു നെഗറ്റീവ് ഭാവത്തിൽ നിന്നും നമ്മളെ ഒരു പോസിറ്റീവ് ഭാവത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയാണ് മ്യൂസിക് ചെയ്യുന്നത്. അങ്ങനെ രോഗത്തെ നേരിടാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. ട്രാൻസ്ഫോർമേറ്റീവ് റിലാക്സേഷൻ ദാറ്റ് റെഡ്യൂസ് സ്ട്രെസ് ലെവൽസ്. പ്രധാന കാരണം സ്ട്രെസ് ലെവലിനെ കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, സ്ട്രെസ്സിലായിരിക്കുമ്പോൾ നമ്മുടെ ചിന്ത, നമ്മുടെ വാക്കുകൾ, അല്ലെ, നമ്മുടെ പ്രവൃത്തികൾ പോലും ശരിയായ ദിശയിലായിരിക്കില്ല. സ്ട്രെസ്സിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നത് വഴി എന്താണ് സംഗീതം ചെയ്യുന്നത്? ഇറ്റ് ഇംപ്രൂവ് കോഗ്നിറ്റീവ് ഫങ്ഷൻസ്. നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് ഉണ്ടല്ലോ, ചിന്തിക്കാനുള്ള ഫങ്ഷൻ, കഴിവ്, ഓർമ്മിക്കാനുള്ള കഴിവ്, നല്ല ഡിസിഷൻ എടുക്കാനുള്ള കഴിവ്. സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ അതൊന്നും സാധിക്കത്തില്ല. അപ്പോൾ സ്ട്രെസ് ലെവൽ കുറയ്ക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സ്ട്രെസ് ലെവൽ കുറയുന്നത് കൊണ്ട് നമ്മളുടെ ചിന്തകൾ, നമ്മുടെ ഡിസിഷൻസ് എല്ലാം കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും, ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. കൂളായിരിക്കണം, അല്ലേ? കൂളായിരിക്കാത്ത ഒരു അവസ്ഥയിലുള്ള തീരുമാനങ്ങളും ഒക്കെ തൃപ്തികരമായിരിക്കണം എന്നില്ല, ഡിസൈറബിൾ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് സംഗീതത്തിൻ്റെ സാന്നിധ്യത്തിൽ സംഗീതം നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കുന്നത് കൊണ്ട് ഒരു രോഗാവസ്ഥയിൽ നമ്മളുടെ ചിന്തകളെ അത് പോസിറ്റീവാക്കുന്നു. കൂടുതൽ പോസിറ്റീവ് ആക്കുന്നത് വഴിയാണ് ഈ ഹീലിംഗ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും. പിന്നെ ശുഭാപ്തി വിശ്വാസം നമ്മളിലേക്ക് കൊണ്ടുവരും മ്യൂസിക്. അതെന്തുകൊണ്ടാണ്? ശുഭാപ്തി വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കുക. ശുഭാപ്തി വിശ്വാസം ഉള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ നിരാശയുടെ പടുകുഴിയിലേക്ക് പോകുന്നില്ല. ഒരു സംഗീതം നൽകുന്ന ഈ പോസിറ്റിവിറ്റികളാണ് ഹീൽ ചെയ്യുവാനായിട്ട് സഹായിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. മ്യൂസിക് പ്രൊവൈഡ് ഇമോഷണൽ ഹീലിംഗ്, നമ്മുടെ വൈകാരികമായിട്ടുള്ള ഹീലിംഗ്. മുറിവേറ്റ ഹൃദയം, അല്ലേ, അങ്ങനെയുള്ള, നേരത്തെ നമ്മൾ ശാരീരിക അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞു, രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഇത് മാനസികമായിട്ടുള്ള, വൈകാരികമായിട്ടുള്ള പതനത്തിലായിരിക്കുമ്പോൾ, മോശമായ അവസ്ഥയിലായിരിക്കുമ്പോൾ അത് ഹീൽ ചെയ്യുവാനായിട്ട് മ്യൂസിക്കിന് സഹായിക്കുന്നു. നമ്മളെ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, അല്ലേ? അങ്ങനെയുള്ളപ്പോൾ വി ക്യാൻ എക്സ്പ്രസ് ഫീലിങ്സ് ഓഫ് ഗ്രീഫ്, ഫിയർ ഓർ സാഡ്നെസ്. നമ്മുടെ യഥാർത്ഥ അവസ്ഥ വൈകാരികമായിട്ട് പ്രതികരിക്കാതെ ആ ഇമോഷണൽ ഹീലിംഗ് കൊണ്ടുവരുന്നത് കൊണ്ട് നമുക്ക് റീസണബിളായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മോർ ഓർ ലെസ് റീസണബിളി നമ്മുടെ വിഷമതകൾ അതിലങ്ങ് കൂടുതൽ ആഴത്തിൽ പതിച്ചു പോകാതെ ഡിസൈറബിളായിട്ട് നമുക്ക് നമ്മുടെ ദുഃഖവും നമ്മുടെ വിഷമതകളും ഒക്കെ കൺവേ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. അതുപോലെ തന്നെ ഇത് ഹോസ്പിറ്റലുകളിലും, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹോസ്പിറ്റൽ ആക്ടിവിറ്റീസ്, എസ്പെഷ്യലി പെയിൻ ഉള്ള കാര്യങ്ങൾ, ഡ്രസ്സിങ്, ഓപ്പറേഷൻ, അതുപോലെ തന്നെ ഡെലിവറി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സമയത്ത് സംഗീതത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അതിൻ്റെ വേദന കുറയ്ക്കാൻ സാധിക്കും. ഒരു പരിധിവരെ പെയിൻ കില്ലേഴ്സിനെ അകറ്റി നിർത്താൻ സാധിക്കും. കൺസ്യൂം ചെയ്യുന്നത് ഒരു 50% എങ്കിലും റിഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് ആശ്വാസമാണ്. അതുപോലെ
എൻഡ് ഓഫ് ലൈഫ് നേരിടുന്നവർ, ആ ഒരു സിറ്റുവേഷനിൽ മരണത്തോട് മല്ലിടുന്ന, പ്രായാധിക്യത്താലോ അങ്ങനെയൊക്കെ ഒരു രക്ഷയില്ലാത്തൊരു അവസ്ഥയിലായിരിക്കുന്ന പേഷ്യൻസ്, വ്യക്തികളെ, അവരെ സാന്ത്വനിപ്പിക്കാനും സംഗീതത്തിന് സാധിക്കുന്നുണ്ട്. ഹീലിംഗ് മ്യൂസിക് ആക്ട്സ് ആസ് ആൻ ഇൻവാല്യുബിൾ ടൂൾ ഇൻ ടൈംസ് ഓഫ് നീഡ്. അങ്ങനെ നമ്മുടെ ആവശ്യ ഘട്ടങ്ങളിലൊക്കെ ഒരു ടൂളായിട്ട് ഹീലിംഗ് മ്യൂസിക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ആണ് പറഞ്ഞു വരുന്നത്. ലൈവ് മ്യൂസിക് വിസിറ്റ്സ് ഒരു ഡോക്ടറുടെ അനുഭവമാണെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓർക്കുകയാണ്. മരണത്തോട് അടുത്തിരിക്കുന്ന അദ്ദേഹം പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി, ഒരു ചലനവുമില്ല. അപ്പോൾ ആ ഫാമിലിയിൽ എല്ലാവരും പാട്ട് പാടുന്നവരായി. അതുപോലെ തന്നെ അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തെന്ന് പറയാമോ? ആ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഒരു പാട്ട് എല്ലാവരും കൂടി പാടിയപ്പോൾ ദാറ്റ് പേഷ്യൻ്റ് റെസ്പോണ്ടഡ്. ആ പാട്ട് കേട്ടപ്പോൾ ആ മനുഷ്യൻ, പ്രായം ചെന്ന ആ മനുഷ്യൻ റെസ്പോണ്ട് ചെയ്തു, റിയാക്ട് ചെയ്തു എന്നുള്ളൊരു അനുഭവം ഒരു ഡോക്ടർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ വേദിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വിഷമഘട്ടങ്ങളിൽ സഹായിയായിട്ട് മ്യൂസിക് വരുന്നു. ലൈവ് മ്യൂസിക്കൽ വിസിറ്റ്സ്, അതാണ് ഞാൻ പറഞ്ഞത്, ലൈവായിട്ട് പാടുന്ന സന്ദർഭങ്ങൾ, സ്പെസിഫിക്കലി ഡിസൈൻ ടു ബ്രിങ് ജോയ് ഇൻ ടു ദ ലൈഫ്സ് ഓഫ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ് ഡ്യൂറിങ് ഡിഫിക്കൽട്ട് ടൈംസ്. രോഗികളായാലും കുടുംബങ്ങളായാലും അവരുടെ വിഷമഘട്ടങ്ങളിൽ തരണം ചെയ്യാനായിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള പാട്ട്, ആ പാട്ട് സെലക്ട് ചെയ്യുന്നതിലുള്ള വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏത് തരത്തിലുള്ള പാട്ടുകളാണ് അവിടെ അനുയോജ്യം എന്നുള്ളത് ശ്രദ്ധിച്ച് മാത്രം കാര്യം ചെയ്യാവൂ. നമ്മൾ വളരെ വിഷമഘട്ടങ്ങളിലൂടെ കടന്നു വന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ വിഷമഘട്ടത്തെ, ഈ ലോകത്തെ ഗ്രസിച്ച ഒരു മഹാമാരി കടന്നു വന്നവരാണ് നമ്മൾ. ആ കാലത്തെ ടി വി ഒക്കെ വാർത്തകളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2 അപ്പാർട്ട്മെൻറ്റുകളിൽ തങ്ങളിൽ താമസിക്കുന്നവർ, അവർ പരസ്പരം അവർക്ക് കിട്ടിയ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുക, പാട്ടുകൾ പാടുക, ഉച്ചത്തിൽ പാടുക, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഓരോ വയലിൻ വായിക്കുന്നവർ, ഡ്രംസ് വായിക്കുന്നവർ, ഉച്ചത്തിൽ പാടുന്നവരെയൊക്കെ നമ്മൾ ആ അപ്പാർട്ട്മെൻറ്റുകളിൽ കണ്ടു. സ്പെയിനിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലായിരുന്നു അത് നമുക്ക് കൂടുതൽ കണ്ടത്. എല്ലായിടത്തും സംഗീതത്തിൻ്റെ ഒരു സാന്നിധ്യം അത് മനസ്സിലാക്കി അവർ ഉപയോഗിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ വലിയൊരു എപ്പിഡമിക് കോവിഡ് കാലത്തെ അതിജീവിച്ച് വന്ന മനുഷ്യർ ആണ് നമ്മൾ. ഒരു വലിയ കാര്യമാണല്ലേ. തിരിഞ്ഞു നോക്കുമ്പോൾ ആ കോവിഡ് നൽകിയ പാഠങ്ങൾ എത്രയായിരുന്നു. പ്രകൃതിയിൽ നിന്നും മനുഷ്യൻ അകന്നു പോയിരുന്നു. ആ പ്രകൃതിയൊക്കെ വീണ്ടും പുതുജീവൻ ഉൾക്കൊണ്ടു അല്ലേ. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ മനുഷ്യർ തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻസ്, രാജ്യങ്ങൾ തമ്മിലുള്ള വഴക്ക്, ഇതെല്ലാം അന്ന് അടച്ചു വെച്ചിരുന്നു, കൂട്ടിവെച്ചു. പക്ഷേ പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും അതിലേക്ക് വന്നു എന്ന് വേണം പറയാനായിട്ട്. കാരണം മനുഷ്യൻ എത്രയായാലും പഠിക്കില്ല എന്നുള്ളത് ഒരു സത്യമാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം നമുക്ക് ലോകത്ത് യുദ്ധം. അപ്പോൾ അന്ന് ഒരു കോമൺ എനിമി ഉണ്ടായിരുന്നു. ഒരു കോമൺ എനിമി ഉള്ളപ്പോൾ വേർതിരിഞ്ഞ് നിൽക്കുന്നവരെല്ലാം ഒന്നിക്കും. മനുഷ്യരെല്ലാം ഒന്നാണ് നമ്മൾ എന്ന് പറഞ്ഞ് ഒന്നിക്കും. പക്ഷെ അത് കഴിഞ്ഞപ്പോഴോ ഇപ്പോൾ ഉള്ള സാമൂഹ്യ അവസ്ഥ എന്ന് ചിന്തിച്ച് നോക്കും. അന്നൊക്കെ എന്ത് മതം, എന്ത് ജാതി, എല്ലാവരും മനുഷ്യനൊന്നാണ് എന്നൊക്കെ ഉള്ളൊരു സന്ദേശം പറയുവാൻ വിഫലമായൊരു ശ്രമം ഉണ്ടായി. പക്ഷെ അതിന് ഫലം ഉണ്ടായില്ല. പിന്നീട് മനുഷ്യൻ വീണ്ടും ആ പഴയ കാലത്തേക്ക്, അല്ലെങ്കിൽ അതിലുപരി സെഗ്രിഗേറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന, ഡിസ്ക്രിമിനേറ്റീവായിട്ട് ചിന്തിക്കുന്ന, പരസ്പരം കാണാൻ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട് എന്ന്
സംശയത്തോടെ വീക്ഷിക്കുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിൽ ടോട്ടലി അങ്ങനെയല്ല. പക്ഷെ വേറെ അങ്ങനെയുള്ള ഘടകങ്ങൾ മാറ്റി വെക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഒരു മനുഷ്യൻ്റെ ഒരു സാമൂഹിക കാലഘട്ടമായിരുന്നു അത്. പക്ഷെ ഇപ്പം അത് കുറേശ്ശെ തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള ഒരു സംശയമാണ് ഞാൻ ഉന്നയിച്ചത്. അപ്പോൾ നമുക്ക് ഈ സംഗീതത്തെക്കുറിച്ച് പറയുന്നതിലേക്ക് തന്നെ വരാം. സംഗീതം എങ്ങനെയാണ് ആ കാലത്ത് ഒരു ഉപകരണമായിട്ട് വന്നത് എന്നൊരു വീഡിയോ നമുക്ക് കാണാം. ഇത് ലോകത്തിലുള്ള ആ കോവിഡ് കാലത്ത് ലോകത്തിലുള്ള പല സ്ഥലങ്ങളിലെ സംഗീതജ്ഞരെ ഒന്നിപ്പിച്ചുകൊണ്ട് അമേരിക്കയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോയാണ്. അത് സാർക്ക് പ്ലേ ചെയ്യും. ഇത് തെളിയിക്കുന്നത് സോഷ്യൽ ഇൻ്ററാക്ഷന് മ്യൂസിക് വളരെയധികം പ്രയോജനപ്പെടുത്തുന്നുണ്ടാകും. സോഷ്യൽ ഇൻ്ററാക്ഷൻ എമംഗ് പീപ്പിൾ, അതൊരു സംഗീതം അങ്ങനെയുള്ളൊരു ടൂളാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അന്ന് മനുഷ്യ സമൂഹത്തിൻ്റെ ഫൗണ്ടേഷൻ തന്നെ സിവിയർലി അഫക്റ്റ് ചെയ്യപ്പെട്ടു അല്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. അന്ന് നടത്തിയ ഒരു പഠനത്തിൽ, അതിനുശേഷം നടത്തിയ പഠനത്തിൽ സംഗീതം എത്രമാത്രം കോവിഡ് കാലത്ത് മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയുന്ന ഒരു പഠനമുണ്ടായിരുന്നു. 100%. അതിൽ കുറച്ച് വ്യത്യാസമുള്ളത് ഇത്രമാത്രം: കൂടുതൽ പേരും വളരെയധികം ഇഷ്ടപ്പെട്ടു, പക്ഷേ കുറച്ച് പേര് മോഡറേറ്റർലി, സംഗീതത്തിന് അത്രയും അങ്ങോട്ട് 100% അങ്ങോട്ട് ആശ്രയിക്കാത്തവരും ഉണ്ടായിരുന്നു. 95% ആൾക്കാരും സംഗീതത്തെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. അതിൽ 76.4% വളരെയധികം ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപയോഗിച്ചു. സംഗീതത്തിൻ്റെ സ്വാധീനം അവരിൽ ഉണ്ടായി എന്ന് പറയുന്നു. 20.8% പേര് മോഡറേറ്റ്ലി ഞങ്ങളെ സംഗീതം സഹായിച്ചു എന്ന് അവകാശപ്പെടുന്നുണ്ട്. മ്യൂസിക് വാസ് എ തെറാപ്യൂട്ടിക് കമ്പാനിയൻ ഇൻ ദ ടൈംസ് ഓഫ് കോവിഡ്-19 കാലത്ത് ഒരു തെറാപ്യൂട്ടിക് കമ്പാനിയനായിരുന്നു, ഒരു സുഹൃത്തായിരുന്നു, ഒപ്പം സഞ്ചരിക്കുന്ന ആളായിരുന്നു 100% അല്ലെങ്കിൽ 95% പേർക്കും സംഗീതം. പ്ലേ ചെയ്തോളൂ. കേൾക്കാവോ? പറയുന്നത് കേൾക്കാവോ? കേൾക്കാം. ഇപ്പോൾ ഓഡിയോ ഇല്ലല്ലോ, ഓഡിയോ ഇല്ല. The conductor brought together the orchestra and singers from around the world in an astonishing virtual gala. ഓഡിയോ ഇല്ല, ഓഡിയോ കേൾക്കുന്നില്ല. സാർ ഒന്ന് റീപ്ലേ ചെയ്യൂ. സൗണ്ടില്ലേ? സൗണ്ട് ഇല്ല. സൗണ്ടിന് എന്തോ കുഴപ്പമുണ്ടല്ലോ. ഓക്കേ, ഷെയർ ചെയ്യാൻ പറ്റുന്ന സൗണ്ട് ടിക്ക് കൊടുക്കുന്ന ഒരു ഇത് കാണുന്നില്ല. ആണോ? എന്നാൽ ഞാൻ ഗ്രൂപ്പിലിടാം. ഓക്കെ, എല്ലാവരും ഗ്രൂപ്പിലുണ്ടല്ലോ, അപ്പോൾ ഗ്രൂപ്പിൽ കാണാം. മ്യൂസിക് ഹാസ് ഹീലിംഗ് പവർ. നമുക്കറിയാം, ചരിത്രാതീത കാലം മുതൽ സംഗീതത്തെ ചികിത്സാപരമായിട്ട് ഉപയോഗിച്ചിരുന്നു. അത് സയൻറ്റിഫിക്കലി കണ്ടുപിടിച്ചിട്ടല്ല, അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ മനസ്സിലാക്കി ചെയ്തതാണ്. ആശ്വാസത്തിനും ഒക്കെ വിഷമഘട്ടത്തിൽ ആശ്വാസവും സമാധാനവും നൽകുന്ന ഒരു കാര്യമാണ് സംഗീതമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു, മനുഷ്യർക്കെല്ലാം അറിയാം. അതെന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ അത് വന്നത്? സംഗീതത്തിന് എന്താണ് അതിനുള്ള കഴിവ്? അതിൽ നിന്നും ഉണ്ടാകുന്നത് സംഗീതം, മ്യൂസിക് ക്യാൻ പ്രൊവൈഡ് എ സെൻസ് ഓഫ് കണക്ഷൻ. തമ്മിലൊരു കണക്ഷൻ ഫീൽ ചെയ്യാനായിട്ട് മ്യൂസിക് ഉപകരിക്കുന്നു. ഒരു സപ്പോർട്ടിങ് ഫാക്ടറാണ്, സപ്പോർട്ട് ചെയ്യാനായിട്ട്, ആശ്വാസം തരുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, മനസ്സിലാക്കാനായിട്ട്, മറ്റുള്ളവരെ പരസ്പരം മനസ്സിലാക്കാനൊക്കെ സംഗീതം സഹായിക്കുന്നു.
ഈ വിഷമഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. വിഷമഘട്ടത്ത് കണക്ഷൻ ഉണ്ടാക്കുന്നു, ഒരു സപ്പോർട്ടാകുന്നു, പരസ്പരം മനസ്സിലാക്കാൻ സഹായിക്കുന്നു സംഗീതം. The history of music in healthcare has showed that music can reduce stress, anxiety, depression, and even chronic physical pain. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് മ്യൂസിക്കിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഹെൽത്ത് കെയർ രംഗത്ത് ഇതൊക്കെ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. മ്യൂസിക് ക്യാൻ റെഡ്യൂസ് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും, ആൻസൈറ്റി, മാനസിക പിരിമുറുക്കമാണ് സ്ട്രെസ്. ആൻസൈറ്റി എന്ന് പറയുന്നത് ആകാംക്ഷ അല്ലെ, പെട്ടെന്നുള്ള ഒരു കാര്യമാണ്. ലിസണിങ് ടു കാമിങ് മ്യൂസിക്, ആശ്വസിപ്പിക്കുന്ന മ്യൂസിക് ആയിരിക്കണം, സൂത്തിങ് മ്യൂസിക് ആയിരിക്കണം. ക്യാൻ ഹെൽപ്പ് പീപ്പിൾ റിലാക്സ് ആൻഡ് ഫോക്കസ് ഇൻ ദ പ്രസന്റ് മോമെന്റ്. സംഗീതം കേൾക്കുമ്പോൾ, സംഗീതം ആസ്വദിക്കുമ്പോൾ നമ്മൾ പല ചിന്തകളിലേക്ക് പോകാറില്ല അല്ലെ, നമ്മളെ പ്രസന്റ് മോമെന്റിലേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ ആക്ച്വലി ജീവിക്കുന്നത് പ്രസന്റ് മോമെന്റിൽ മാത്രമാണെന്നുള്ളത് അറിയാവുന്നു. പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഫ്യൂച്ചർ നമ്മുടെ കയ്യിലല്ല അല്ലേ. അപ്പോൾ ലൈഫ് എപ്പോഴും ഉള്ളത് പ്രസന്റ് മോമെന്റിലാണ്. സംഗീതം നമ്മളെ പ്രസന്റ് മോമെന്റിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് നമുക്ക് പ്രസന്റ് മോമെന്റിൽ ജീവിക്കാൻ അല്ലെ, പ്രസന്റ് മോമെന്റിലേക്ക് നമ്മളെ ഫോക്കസ് ചെയ്യാൻ സംഗീതം നമ്മളെ സഹായിക്കുന്നുണ്ട്. Studies by scientists have also found that listening to music helps relax ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഹെൽപ്സ് റിലീസ് എൻഡോർഫിൻ. എന്താണ് എൻഡോർഫിൻ? ഹാപ്പി ഹോർമോൺ. വൺ ഓഫ് ദി ഹാപ്പി ഹോർമോൺസ്. ഹാപ്പി ഹോർമോൺസ് പലതും ഉണ്ട്, അതിൽ ഒന്നാണത്. അപ്പോൾ എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു. ഹോർമോൺസ് അസോസിയേറ്റ് വിത്ത് പ്ലഷർ ആൻഡ് പെയിൻ റെഡ്യൂസിങ്. പെയിൻ കുറയ്ക്കാനും ഈ എൻഡോർഫിൻ സഹായിക്കുന്നുണ്ട്. ബൈ ദ ആക്ട് ഓഫ് വിച്ച് സ്ട്രെസ് ലെവൽസ് ഫർദർ റെഡ്യൂസ്. ഈ എൻഡോർഫിൻ്റെ പ്രവർത്തനം കൊണ്ട് ഈ സ്ട്രെസ് ലെവല്, സംഗീതം കേൾക്കുമ്പോൾ തന്നെ സ്ട്രെസ് ലെവൽ കുറഞ്ഞു വരുന്നു, എൻഡോർഫിൻ റിലീസ് ചെയ്യുന്നു. എൻഡോർഫിൻ റിലീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്ട്രെസ് ലെവൽ ഫർദർ കുറയുന്നു. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഹീലിംഗ് പ്രോസസ്. അങ്ങനെയാണ് ഹീലിംഗ് പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യുന്നത്. സ്ട്രെസ് കുറയുന്നു, സ്ട്രെസ് ഫർദർ എൻഡോർഫിൻ്റെ സഹായത്തോടുകൂടി കുറയുന്നു, അങ്ങനെ ഹീലിംഗ് ടേക്ക് പ്ലേസ്. മ്യൂസിക് ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ തെറാപ്പി സെഷൻസ് ആസ് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് ആൻ അറ്റ്മോസ്ഫിയർ ആൻഡ് ഇമോഷൻ. മ്യൂസിക് തെറാപ്പിയിൽ മ്യൂസിക് ഉപയോഗിക്കുന്നത് എന്തിനാണ്? അതിന് അനുകൂലമായ, ഹീൽ ചെയ്യാൻ അനുകൂലമായ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യണം, ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി അങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് മ്യൂസിക് തെറാപ്പിയിൽ ഉപയോഗിക്കുന്നത്. ഇമോഷൻ ഓർ അറ്റ്മോസ്ഫിയർ കണ്ടൂസീവ് ടു സ്ട്രെസ് റിലീഫ് ആൻഡ് ഹീലിംഗ് ഇമോഷണൽ വൂൺസ്. സ്ട്രെസ് റിലീഫ് തരുന്നു, അതുപോലെ തന്നെ ഇമോഷണൽ വൂൺസ്, വൈകാരിക വൂൺസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വ്രണങ്ങൾ, മനസ്സിനുണ്ടാകുന്ന വ്രണങ്ങൾ, വിഷമതകൾ, അതും രണ്ടും ഹീൽ ചെയ്യുന്നത് വഴിയാണ്, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത് വഴിയാണ് ഹീലിംഗ് ഉണ്ടാവുന്നത് എന്ന് പറയാം. മ്യൂസിക് ആക്ട്സ് ആസ് എ ഫോഴ്സ് ഓഫ് സെൽഫ് എക്സ്പ്രഷൻ ഓർ കമ്മ്യൂണിക്കേഷൻ വെൻ വേർഡ്സ് ഫെയിൽ. വാക്കുകൾ തോൽക്കുന്നിടത്ത് സംഗീതം വാചാലമാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെ. സെൽഫ് എക്സ്പ്രഷന് വേണ്ടി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മ്യൂസിക് സഹായിക്കുന്നു. ഇപ്പോൾ തെറാപ്പിസ്റ്റിനൊക്കെ ആണെങ്കിൽ ആ മ്യൂസിക്കിൽ അവർ ഇപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത ഒരാളാണെന്ന് വിചാരിക്കുക, അവരുടെ എക്സ്പ്രഷൻസ് കണ്ട് അത് വായിച്ചെടുക്കാൻ പറ്റും. മ്യൂസിക്കിൻ്റെ സാന്നിധ്യത്തിൽ ആ പേഷ്യൻറ്റിൻ്റെ എക്സ്പ്രഷൻസ് they can read from their emotional expressions. Listening to uplifting songs or singing along with them can boost moods by increasing serotonin levels in the brain. എങ്ങനെയുള്ള പാട്ട് കേൾക്കുമ്പോഴാണ്? അപ്ലിഫ്റ്റിംഗ് സോങ്സ്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മളെ ഉണർത്തുന്ന പാട്ടുകളും
അതുപോലെ തന്നെ ഒപ്പം പാടുക, ഒന്നിച്ച് പാടുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മുടെ മൂഡ് ബൂസ്റ്റ് ചെയ്യപ്പെടുകയും സെറോട്ടോണിൻ ലെവൽസ് ബ്രെയിനിൽ കൂടുകയും ചെയ്യുന്നു. സെറോട്ടോണിൻ അതും വൺ ഓഫ് ദി ഹാപ്പി ഹോർമോൺസ്. ബോഡി ടെമ്പറേച്ചർ, പല ആക്ടിവിറ്റീസിനെയും സ്വാധീനിക്കുന്നതാണ് സെറോട്ടോണിൻ. നമ്മുടെ ബിഹേവിയറിനെ, നമ്മുടെ ലേണിങ്ങിനെ, നമ്മുടെ മൂഡിനെ, മെമ്മറി, പിന്നെ സെക്ഷൽ ബിഹേവിയർ, ഹങ്കർ, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഫങ്ഷനെ ബാധിക്കുന്നു എന്നാണ് പറയുക സെറോട്ടോണിൻ. നമുക്കറിയാം നമ്മുടെ പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം നമ്മുടെ എന്താണ് വയറിൻ്റെ പ്രശ്നമാണ്, ഗട്ടിൻ്റെ പ്രശ്നമാണെന്നൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ പഠനങ്ങൾ വരുന്നത് അല്ലേ. ഗട്ടിലേക്കാണ്. ബ്രെയിൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ബോഡി പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന കാര്യമാണ്, ഭാഗമാണ് ഗട്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ. അപ്പോൾ ഈ സെറോട്ടോണിൻ്റെ റിലീസ് അല്ലെങ്കിൽ ആ സെറോട്ടോണിൻ ലെവൽ കൂടുന്നത് നമ്മുടെ ബോഡിയെ ക്രമീകരിക്കുക, നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ സ്വഭാവം, മൂഡ്, മെമ്മറി, സെക്ഷൽ ബിഹേവിയർ, ഹങ്കർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാധീനിക്കുവാൻ ഈ സെറോട്ടോണിൻ പ്രയോജനപ്പെടുന്നു അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എത്രമാത്രം പ്രാധാന്യമാണ് സംഗീതം നമ്മൾ അത്ര നിസ്സാരമായിട്ട് കാണുന്നുവെങ്കിലും സംഗീതത്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത്, ഈ ഹാപ്പി ഹോർമോൺസിൻ്റെ റിലീസും ആ ലെവൽ കൂടുന്നതും അതുവഴി എവിടെയൊക്കെയോ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കോമൺ ആയിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കി വെക്കാം. ദ ന്യൂറോ ട്രാൻസ്മിറ്റർ റെസ്പോൺസിബിൾ ഫോർ റെഗുലേറ്റിംഗ് അവർ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ഓഫ് ഹാപ്പിനെസ്, സാഡ്നെസ്, ഇതെല്ലാം സെറോട്ടോണിനെ കുറിച്ച് പറയുന്നത്. ലിസണിങ് ടു മ്യൂസിക് ക്യാൻ ഇൻക്രീസ് ദി റിലീസ് ഓഫ് ഡോപാമിൻ. നമ്മൾ പല വട്ടം പറഞ്ഞിട്ടുള്ള ഡോപാമിൻ ഏത് ഹോർമോണാണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഡോപാമിൻ addiction hormone. പ്ലഷർ ഹോർമോൺ. പ്ലഷർ അത് അഡിക്ഷനിലേക്ക് വരുന്നു എന്ന് വെച്ചാൽ പ്ലഷറിൻ്റെ പുറകെ നമ്മൾ പോകുന്നതുകൊണ്ടാണ് അഡിക്ഷൻ ഹോർമോൺ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആക്ച്വലി പ്ലഷർ ഹോർമോണാണ്. ഇപ്പോൾ നമുക്ക് എന്താണ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ, മദ്യം അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്ലഷർ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പ്ലഷറിന് വേണ്ടി ആ രീതിയിലേക്ക് അങ്ങ് പോകുമ്പോൾ വി ബിക്കം അഡിക്റ്റഡ്. ഡ്രഗ്സ് ആയാലും ഇങ്ങനെയൊക്കെ. അങ്ങനെയുള്ള പ്ലഷറല്ല നമുക്ക് ആവശ്യം. നമുക്ക് വേണ്ടത് നാച്ചുറൽ, സംഗീതത്തിൽ നിന്ന് അല്ലെങ്കിൽ നല്ല പ്രവൃത്തിയിൽ നിന്ന്, നല്ല ചിന്തയിൽ നിന്ന് കിട്ടുന്ന ഡോപാമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് വേണ്ടത്. ന്യൂറോ ട്രാൻസ്മിറ്റർ അസോസിയേറ്റഡ് വിത്ത് പ്ലഷർ ആൻഡ് റിവാർഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ നമ്മുടെ ഓഡിറ്ററി സിസ്റ്റവും റിവാർഡ് സിസ്റ്റവും തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്നും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഫീലിംഗ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് എൻജോയ്മെൻ്റ് ആണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുക, അക്കമ്പനിഡ് ബൈ ദ റിലീസ് ഓഫ് എൻഡോർഫിൻ. അതുപോലെ എൻഡോർഫിൻ എന്ന് പറയുന്നത് ഹോർമോൺ. എൻഡോർഫിൻ അലീവിയേറ്റ് പെയിൻ, വേദന സംഗീതം കേൾക്കുമ്പോൾ വേദന കുറയുന്നു അല്ലെങ്കിൽ ചിന്തയിൽ നിന്ന് മാറുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ന്യൂറോ ട്രാൻസ്മിറ്റർ എൻഡോർഫിൻ. നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നു, പിന്നെ പെയിൻ കുറയ്ക്കുന്നു. അതിനൊക്കെ ഈ എൻഡോർഫിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ സഹായിയായി വരുന്നു. ഇഷ്ടഗാനങ്ങളാണ് നമ്മൾ കേൾക്കേണ്ടത്. ഇഷ്ടഗാനങ്ങൾ കേൾക്കുമ്പോഴാണ് കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാകുന്നത്, ഡോപാമിൻ ലെവൽ ഹൈ ആകുന്നത്. നമുക്കിഷ്ടമുള്ള ഗാനങ്ങൾ, നമ്മളെ എന്താണ് പറയുക, നമുക്ക് സ്വീകാര്യമായ, നമ്മൾ ആസ്വദിക്കുന്ന പാട്ടുകളായിരിക്കണം. ഒരു പാട്ടും മറ്റുള്ളവർ നിർബന്ധിച്ച് നമ്മളെ കേൾപ്പിക്കുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ നിർബന്ധിക്കുക എന്നൊക്കെ പറയുന്നത് ശരിയല്ല. അത് ശരിക്കും അത് കൂടുതൽ വഷളാക്കുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് മ്യൂസിക്കിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ, പേഷ്യൻസിന് അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആർക്കായാലും അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട അവർ സെലക്ട് ചെയ്യുന്ന ഗാനങ്ങളാണ് കേൾക്കേണ്ടത്. പ്ലേലിസ്റ്റ് അങ്ങനെ ആയിരിക്കണം എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എസ്റ്റാബ്ലിഷിങ് എ ലിങ്ക് ബിറ്റ്വീൻ മ്യൂസിക് ആൻഡ് ബ്രെയിൻസ് റിവാർഡ് സിസ്റ്റം, അല്ലേ? മ്യൂസിക്കിനും ബ്രെയിൻ്റെ റിവാർഡ് സിസ്റ്റവും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാകുന്നുണ്ട്. ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആ ലെവൽ കൂടുമ്പോൾ. റിസർച്ച് ഇൻ ദ സയൻസ് ഓഫ് മ്യൂസിക്കൽ തെറാപ്പി സജസ്റ്റഡ് ദാറ്റ് certain types of music improve cognitive functions by stimulating
ഏരിയാസ് ഇൻ ദ ബ്രെയിൻ. ഇത് നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കോഗ്നേറ്റീവ് ഫങ്ഷൻസ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു. ബ്രെയിനിലെ ചില ഏരിയ, ആ കോഗ്നേറ്റീവ് ഫങ്ഷൻസിനെ കാരണമായിട്ടുള്ള ഏരിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സംഗീതം സഹായിക്കുന്നുണ്ട്. ബ്രെയിൻ റിലേറ്റഡ് ടു മെമ്മറി, റിക്കോൾ ആൻഡ് ലേണിംഗ് ന്യൂ സ്കിൽസ് ഫാസ്റ്റർ ദാൻ യൂഷ്വൽ. സാധാരണയിൽ നിന്നും ഫാസ്റ്റായിട്ട് മെമ്മറി റീകോൾ ചെയ്യുവാനും ലേൺ ചെയ്യുവാനും പുതിയ സ്കിൽസ് പഠിക്കാനും ഒക്കെ സംഗീതം പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ്. സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് മ്യൂസിക് ക്യാൻ എൻഹാൻസ് കണക്ടിവിറ്റി ബിറ്റ്വീൻ ദി ഓഡിറ്ററി ആൻഡ് ഇമോഷണൽ റീജിയൻസ് ഓഫ് ദി ബ്രെയിൻ, ഫെസിലിറ്റേറ്റിംഗ് മെമ്മറി, എൻകോഡിംഗ് ആൻഡ് റിസർച്ച് പറഞ്ഞിട്ടുള്ളതാണ്. മ്യൂസിക് ക്യാൻ എൻഹാൻസ് കണക്ടിവിറ്റി ബിറ്റ്വീൻ ദി ഓഡിറ്ററി ആൻഡ് ഇമോഷണൽ റീജിയൻസ്. ഓഡിറ്ററി ആൻഡ് റിവാർഡ് സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു. അതുപോലെ തന്നെ ഓഡിറ്ററി എന്ന് പറയുന്നത് ശ്രവണപരമായിട്ടുള്ളതാണല്ലോ, കേൾക്കുന്നത് വഴി ഓഡിറ്ററി ആൻഡ് ഇമോഷണൽ റീജിയൻസും തമ്മിലൊരു കണക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുവാനായിട്ട് സഹായിക്കുന്നു. അതിലൂടെ എന്താണ് പ്രയോജനം? മെമ്മറി എൻകോഡിംഗ് ആൻഡ് റീകോൾ എളുപ്പമാക്കുന്നു, ഫാസ്റ്ററാണ്. Music is a powerful tool that can have a positive impact on our body, mind and spirit. നമ്മൾ കൺക്ലൂഷനിലേക്ക് വരികയാണ്. Music is a powerful tool that can have a positive impact on our body, mind and spirit. അതുവഴി എന്താണ് കൊണ്ടുവരിക? ബ്രിങ്ങിങ് സൊളൈസ്, സമാധാനം, ആശ്വാസം ആൻഡ് ജോയ് ടു ദോസ് ഫേസിങ് ഡിഫിക്കൽട്ട് ടൈംസ്. ഡിഫിക്കൽട്ട് ടൈംസിനെ അഭിമുഖീകരിക്കുന്നവർക്ക് ആശ്വാസവും സന്തോഷവും പകരാനായിട്ട് സംഗീതത്തിന് സാധിക്കും. ദ തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്സ് ഓഫ് മ്യൂസിക് ഷുഡ് നോട്ട് ബി ഓവർലോഡ്. അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്സ്. ഇറ്റ് ഈസ് ഫ്രീ അല്ലേ? ലോകത്ത് കിട്ടുന്ന എല്ലാ നല്ലതും ഫ്രീ ആണ്. നമുക്ക് നാം ശ്വസിക്കുന്ന വായു, വെള്ളം, കുടിക്കുന്ന വെള്ളം, ഇതൊക്കെ ഫ്രീ ആണ്. അതുപോലെ തന്നെ മ്യൂസിക്കും ഫ്രീ ആണ്. മ്യൂസിക് തെറാപ്പി എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിൽ ചർച്ച ചെയ്യാം. മ്യൂസിക് തെറാപ്പിയിലേക്ക് നമ്മൾ വീണ്ടും വരികയാണ്. അതിന് മുന്നോടിയായിട്ട് സംഗീതത്തെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന യാത്രയിലായിരുന്നു നമ്മൾ. ഇതോടുകൂടി മ്യൂസിക് തെറാപ്പി എന്നുള്ള സെഗ്മെൻറ്റ് അവസാനിക്കുകയാണ്. ആർക്കെങ്കിലും കൂടുതൽ പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആവാം. ബാബു സാർ എത്തിയിട്ടുണ്ടോ? ബാബു സാർ എത്തിയില്ല. ഓക്കെ. ജോസഫ് സാറേ, രവീന്ദ്രൻ. യെസ് സാർ, പറഞ്ഞു. രവീന്ദ്ര മാഷിനെ കുറിച്ച് ഒന്ന് പറയാം. സാറ് പറഞ്ഞിട്ടുണ്ടോ? ആർക്കെങ്കിലും? മനോജ് അല്ല സാറേ, പറഞ്ഞു. ഇപ്പം സാറ് പറഞ്ഞത് എനിക്കിപ്പം ആ കോവിഡ് കാലത്തുണ്ടല്ലോ സാറേ, അതായത് അന്നേരമാണ് ജീവിതത്തിൽ നമ്മള് ഒന്നും അല്ല, വെറും എന്താ പറയുക, ചെറിയൊരു ഇതിന് പോലും നമ്മളെ വെറുതെ വീട്ടിലിരുത്താൻ പറ്റിയെന്നുള്ള രീതിയിൽ. അന്നേരമാണ് ഈ വാട്സാപ്പ് കുറെ ഗ്രൂപ്പ് തുടങ്ങിയത്. അതിൽ നിറയെ സംഗീതമായിരുന്നു എല്ലാവർക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് പാടിയിട. അതുപോലെ വിഷമം വരുമ്പോ എന്താ ഒരു ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമ്പോഴും സംഗീതം ഉണ്ടെങ്കിൽ അതിന് കുറച്ച് സുഖം ഉണ്ടാവും. താങ്ക് യു സാർ. അതുപോലെ കോവിഡ് കാലത്തെ സംഗീതത്തെ കുറിച്ച് പറയാമോ? അതേക്കുറിച്ച് നമുക്ക് ഒരു സെഗ്മെന്റിന് അല്ലെങ്കിൽ ഒരു സെഷനുള്ള കാര്യങ്ങളുണ്ട് അല്ലേ? കോവിഡ് കാലത്തെ സംഗീതത്തെക്കുറിച്ചും അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ചും എങ്ങനെ പ്രയോജനപ്പെടുത്തി എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു സെഷനുള്ള സമയമുണ്ട്. നമുക്ക് പിന്നീട് എപ്പോഴും അതേക്കുറിച്ച് ചിന്തിക്കാം. ഓക്കെ. 7 സ്വരങ്ങളും തഴുകിയ വർഷരാഗം. വർഷരാഗം എന്ന് പറയുന്നത് ഈ TP ശാസ്തമംഗലം ഒരു കുറിപ്പിൽ എഴുതിയപ്പോൾ അദ്ദേഹം രവീന്ദ്രൻ മാഷുമായിട്ട് ഒരു സന്ധ്യ, ഇടവമാസത്തിലെ ഒരു സന്ധ്യയിൽ അവർ ഒരുമിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പം പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ മഴയ്ക്കൊത്ത് രവീന്ദ്രൻ മാഷ് ഉച്ചസ്ഥായിയിൽ പാടി.
പാട്ട് തീർന്നതും മഴ ശമിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുക. അപ്പോൾ ടി.പിക്ക് വളരെ അത്ഭുതമായി. രവീന്ദ്രൻ മാഷ് പറഞ്ഞ വാക്കുകൾ കേൾക്കൂ. മഴ പ്രകൃതിയുടെ സംഗീതമാണ്. അതിന് സംഗീതത്തിൻ്റെതെന്ന പോലെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഓരോ മഴയ്ക്കും ഓരോ രാഗമായിരിക്കും. ഇപ്പോഴും ചിലയിടങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ട് അല്ലേ? മഴയുടെ സംഗീതം നമ്മൾ ആസ്വദിക്കാറില്ലേ? ആസ്വദിക്കണം. രവീന്ദ്രൻ മാഷുടെ ഇതുപോലെയുള്ള സംസാരങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ടി.പി. അതുകൊണ്ട് അവർ പലപ്പോഴും ഇടയ്ക്ക് കൂടാറുണ്ടായിരുന്നു എന്നാണ് പറയുക. രവീന്ദ്രൻ മാസ്റ്റർ ആകുന്നതിന് മുമ്പ് അദ്ദേഹം എങ്ങനെയാണ് തുടങ്ങിയത്? പ്രൈമറി വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കലാലയത്തിൽ ചേർന്ന് പഠിച്ച് ഗായകനായി അറിയപ്പെടണമെന്നായിരുന്നു ഈ കുളത്തൂപ്പുഴ രവി എന്ന രവീന്ദ്രൻ മാസ്റ്ററുടെ ആഗ്രഹം. തുടക്കത്തിലൊക്കെ ചെറിയ കുറച്ച് പാട്ടുകളൊക്കെ കിട്ടി. ഈ പാട്ട് പാടാനുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ദാരിദ്ര്യത്തിൽ വളർന്നു വന്ന കാലഘട്ടത്തിൽ കിട്ടിയ പൈസയും കൊണ്ട് മദിരാശിക്ക് വണ്ടി കയറിയെന്നാണ് പറയുന്നത്, പാട്ടുകാരനാകണം എന്നുള്ള ആഗ്രഹത്തിൽ. പക്ഷേ അവിടെ അറിയാം, നമുക്ക് ഈ പഴയ ആ കാലത്ത് എത്രയെത്ര ബുദ്ധിമുട്ടുകൾ, കഷ്ടതകൾ, ദാരിദ്ര്യം ഒക്കെ അനുഭവിച്ചാണ് ഈ. അതുപോലെ തന്നെ എന്താ പറയുക, പീഡനം, ഐ മീൻ മാനസിക പീഡനം. എല്ലാവരും അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും വളർത്തുകയൊന്നുമില്ല. അവിടെ മത്സരത്തിൻ്റെ ഒരു കാലം, ഒരു മേഖലയാണ്. എങ്ങനെയെങ്കിലും സിനിമയിൽ കടന്നുകൂടണം, അതിന് മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തിയാലും വേണ്ടില്ല എന്ന രീതിയിൽ മത്സരിക്കുന്ന ഒരു രംഗത്താണ് ഈ രവീന്ദ്രൻ മാഷും ചെന്നെത്തിയത്. കുറച്ച് പലരും പാട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഏതാനും പാട്ടുകളെ അദ്ദേഹം പാടിയിട്ടുള്ളൂ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ആ പാട്ടിൽ അത്ര പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് ചലച്ചിത്ര ഗാനരംഗത്ത്. പിന്നീട് ജീവിതവുമായിട്ട് സന്ധിയില്ല സമരം. പക്ഷേ എങ്ങനെയെങ്കിലും അറിയപ്പെടണം, കുളത്തൂപ്പുഴ രവി എന്നറിയപ്പെടാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ആദ്യം വന്ന സിനിമയിലൊക്കെ രവി എന്നായിരുന്നു പേര്, രവി. പിന്നീട് കുളത്തൂപ്പുഴ രവിയായി. പിന്നീട് സംഗീത സംവിധായകനായതിനു ശേഷമാണ് ആകുന്നതോടുകൂടിയാണ് രവീന്ദ്രൻ മാസ്റ്റർ എന്നുള്ള പേരിലേക്ക് വരിക. സംഗീത കോളേജിൽ കൂടെ പഠിച്ച യേശുദാസാണ് അദ്ദേഹത്തെ സംഗീത സംവിധാന രംഗത്തേക്ക് കൊണ്ടുവന്നത്, പ്രചോദിപ്പിച്ചത്. ഒരുമിച്ച് പഠിച്ചവരാണെങ്കിലും ദാസേട്ടൻ അങ്ങനെ കസറി പോവുകയാണല്ലേ, വളർന്ന്. പക്ഷേ രവി പാടാനായിട്ട് പാട്ട് അറിയാവുന്ന അല്ലെങ്കിൽ പഠിച്ച ആളാണെങ്കിലും ആലാപന രംഗത്ത് അദ്ദേഹത്തിന് ശോഭിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഹൃത്ത് സംഭാഷണത്തിൽ ദാസേട്ടൻ പറയുകയാണ്, എങ്കിൽ സംഗീത സംവിധാനത്തിലേക്ക് കടന്നുകൂടെ എന്ന്. ദാസേട്ടൻ്റെ നിനക്ക് സംഗീത സംവിധാനം നിർവഹിക്കാമോ എന്നാണ് ചോദിച്ചത്. അവർ ഫ്രണ്ട്സാണല്ലോ. അതുവരെ ചിന്തയിൽ പോലും കടന്നു വരാത്ത ഒരു മേഖലയായിരുന്നു അത്. അതിനാൽ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒന്നും അന്നേരം പറഞ്ഞില്ല. പിന്നീട് ദാസേട്ടൻ തന്നെയാണ് സംവിധായകൻ ശശികുമാറിനെ ചെന്ന് കാണാൻ പറഞ്ഞത്. അങ്ങനെ രവിയായും കുളത്തൂപ്പുഴ രവിയായും ആലാപന രംഗത്തും ഡംബിങ് രംഗത്തും അദ്ദേഹം പാട്ടിൽ അത്ര ശോഭിക്കാഞ്ഞപ്പം എങ്ങനെയും കഞ്ഞി കുടിച്ച് പോകണ്ടേ, വെള്ളം കുടിച്ചൊക്കെ നടന്ന ദിവസങ്ങളുണ്ടെന്നാണ് പറയുക. പൈപ്പിലെ വെള്ളം കുടിച്ച് നടന്ന കഷ്ടകാല ജീവിതം ഒക്കെ ഉണ്ടെന്നാണ് പറയുക. രവീന്ദ്രൻ മാഷ് എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് 1979 ചൂള എന്ന ചിത്രത്തിന് വേണ്ടി ജീവിതത്തിൽ ആദ്യമായി സംഗീത സംവിധായകനായി മാറി. 4 ഗാനങ്ങളാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയത്. അവയിൽ നമ്മുടെ എന്താ പറയുക, മനോജ് കുമാർ സാർ പറഞ്ഞതുപോലെ താരകേ മിഴിതളിൽ കണ്ണീരുമായി, ആ പാട്ട് ഇത്ര മനോഹരമായി ചിട്ടപ്പെടുത്തി. ആദ്യത്തെ സിനിമയിലെയാണ്. അതുപോലെ തന്നെ സിന്ദൂര സന്ധ്യയ്ക്കു മൗനം മന്ദാര കാടിനു, ആ ഒരു പാട്ട് എന്നീ ഗാനങ്ങൾ വളരെ ജനഹൃദയങ്ങളിൽ
കെട്ടി ജനം ഏറ്റെടുത്തു. ആദ്യ ചിത്രത്തിലൂടെ തന്നെ ജനപ്രിയ ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിക്കാൻ സാധിച്ചു അദ്ദേഹത്തിന്. പിന്നെ താരാട്ടിലെ രാഗങ്ങളെ മോഹങ്ങളെ, രാഗങ്ങളെ മോഹങ്ങളെ, പിന്നെ പൂവിനുള്ളിൽ പൂവിരിയും എന്നീ ഗാനങ്ങൾ, തേനും വയമ്പും എന്ന ചിത്രത്തിലെ ഒറ്റക്കമ്പി നാദം മാത്രം, അതുപോലെ തേനും വയമ്പും നാവിൽ, എത്രയോ മനോഹരമായ ഗാനങ്ങളാണ് തുടക്കം മുതൽ രവീന്ദ്രൻ മാഷ് നമുക്ക് സമ്മാനിച്ചത്. നോക്കാം. ശുദ്ധ സംഗീതത്തിന്റെ വഴിയെ സഞ്ചരിക്കാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. പ്രപഞ്ചത്തിൽ സംഗീതം നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയാനും അതിൻ്റെ ശ്രുതി ലയങ്ങളിൽ വിലയം പ്രാപിക്കാനും കഴിയുന്നതിൽ പരം ചാരിതാർത്ഥ്യം മറ്റെന്താണ്. അതുപോലെ ആലപിക്കാൻ വരുന്നവരെ, ഇദ്ദേഹം സംഗീത സംവിധായകനാണല്ലോ, അവരുടെ കഴിവിനെ മാക്സിമം യൂട്ടിലൈസ്, അവരുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് മാക്സിമം ഉപയോഗിക്കാനായിട്ട് അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു സിദ്ധി ഉണ്ടായിരുന്നു. മലയാള ചലച്ചിത്ര ഗാന സംഗീതത്തെ ഉയർച്ചയുടെ സോപാനത്തിലേറ്റിയ അദ്ദേഹത്തിന് മുൻപേ സഞ്ചരിച്ചവരാരൊക്കെയായിരുന്നു? ജി ദേവരാജൻ, MS ബാബുരാജ്, വി ദക്ഷിണാമൂർത്തി, കെ രാഘവൻ. അവരുടെയൊക്കെ പിന്മുറക്കാരനായി ആണ് രവീന്ദ്രൻ മാഷ് ചലച്ചിത്ര ഗാന രംഗത്തേക്ക്, സംവിധാന രംഗത്തേക്ക് വരിക. വ്യത്യസ്തമായ ശൈലിയായിരുന്നു രവീന്ദ്രൻ മാഷിൻ്റേത് എന്ന ഓരോ പാട്ട് ശ്രദ്ധിക്കുമ്പോഴും നമുക്കറിയാൻ പറ്റും. ചലച്ചിത്ര ഗാനങ്ങൾ മാത്രമല്ല, പല കാസറ്റുകൾ, തരംഗിണിയുടെ ചില കാസറ്റുകൾ, അതിനകത്ത് പാട്ടുകളിൽ ഒന്ന് കേട്ടാൽ അറിയാം. ഉത്സവ ഗാനങ്ങളെന്നും വസന്തഗീതങ്ങളെന്നും പറഞ്ഞ് കാസറ്റുകൾ ഇറക്കി. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള പാട്ടാണ് മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ, അല്ലേ? അതൊരു കാസറ്റിലുള്ളതാണ്. അരയന്നമേ ആരോമലേ എന്നുള്ള പാട്ട്. പിന്നെ എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ പായ്പാട്ടാറ്റിൽ വള്ളംകളി, ഉത്രാടപ്പൂനിലാവേവാ. ആ പാട്ട് ഒരു നമ്മളുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ മലയാളി ഉള്ളിടത്തോളം കാലം ഓണത്തിന് എത്രയോ തവണ നമ്മൾ കേൾക്കുന്ന പാട്ടാണ്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. അദ്ദേഹത്തിൻ്റെ ജനനം നവംബർ 9, അതുകൊണ്ടാണ് നമ്മളിന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ എടുത്തത്. 1943 നവംബർ 9 കുളത്തൂപ്പുഴ, കൊല്ലം ജില്ലയിൽ, അവിടെയാണ് ജനിച്ചത്. മരണം മാർച്ച് 3, 2005. 61-ാമത്തെ വയസ്സിൽ ഇവിടെ പറഞ്ഞു. എത്രയോ നേരത്തെ, അല്ലേ? ഏതായാലും അദ്ദേഹത്തെ അനുസ്മരിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ശോഭനയാണ് രവീന്ദ്രൻ്റെ പത്നി. 3 ആൺമക്കൾ: സാജൻ മാധവ്, നവീൻ മാധവ്, രാജൻ മാധവ്. പല അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഭാരതത്തിലെ സംഗീതത്തിൻ്റെ പേരിൽ ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് അദ്ദേഹം അർഹനായി. 1991 ഭാരതത്തിലെ ഗാനങ്ങളും 2002 നന്ദനത്തിലെ ഗാനങ്ങളും ചിട്ടപ്പെടുത്തിയതിന് അദ്ദേഹം സംസ്ഥാന പുരസ്കാരങ്ങളും നേടി. വെറും 61-ാമത്തെ വയസ്സ്. 2005 മാർച്ച് 3 ചെന്നൈയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചത്. മഴയെ ഏറെ സ്നേഹിച്ചിരുന്ന അദ്ദേഹം പെരുമഴ പെയ്തൊഴിഞ്ഞതുപോലെ നമ്മോട് യാത്ര പറഞ്ഞു പോയെങ്കിലും ഇതിനകം വർഷിച്ച ഗാനാമൃതങ്ങളെ ഉള്ളം കുളിർത്തിരിക്കുന്ന മലയാളികൾ ഒരിക്കലും മറക്കാത്ത നാമമായിരിക്കും രവീന്ദ്രൻ മാസ്റ്റർ എന്നത്. നമ്മളും അദ്ദേഹത്തെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. മാറ്റിനി ഫ്രീ വെബിനാർ രവീന്ദ്രൻ മാസ്റ്ററുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലേക്ക് കടക്കാം. അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഏതാനും ഗാനങ്ങൾ ആലപിക്കുവാനുള്ള അവസരമാണ്. ഓവർ ടു സാബു സാർ. താങ്ക് യു. ഷാബു സാർ എത്തിയല്ലോ. ഓക്കെ. ഷാബു ഗംഗാധരൻ സാർ. രവീന്ദ്രൻ മാഷിന്റെ പാട്ടുകളിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഒരുപക്ഷെ 150-ലധികം ചലച്ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള, മലയാളം സിനിമ കണ്ട ഏറ്റവും മികച്ച സംഗീത സംവിധായകരിൽ ഒരാൾ എന്നറിയപ്പെടുന്ന രവീന്ദ്രൻ മാഷ്. അമരം
സുഗമോ ദേവി, ഹിസ് ഹൈനസ് അബ്ദുള്ള, ഭരതം എന്നീ ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ് എക്കാലവും ഓർത്തിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പാട്ടുകളിലേക്ക് നമുക്ക് പതുക്കെ നീങ്ങാം. ഷാബു സാർ. യെസ്, താങ്ക് യു സാർ, താങ്ക് യു. ഞാൻ ഓഡിബിൾ ആണോ സാർ? യെസ്, ഓക്കെ. ഓക്കെ. എല്ലാവർക്കും സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഈ ഫ്ലോറിലെത്തിയ എല്ലാവർക്കും എന്റെ സ്നേഹ നമസ്കാരം. ഇന്ന് നമ്മള് ആദരിക്കുന്നത് അല്ലെങ്കിൽ ഓർമ്മിക്കുന്നത് അനശ്വരനായിട്ടുള്ള രവീന്ദ്ര മാസ്റ്ററെ പറ്റിയിട്ടാണ്. ജോസഫ് ജോൺ സാറും സാബു സാറും ഒക്കെ പറഞ്ഞു. അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രോഡക്ഷൻ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞു. ഏതൊരു മലയാളികളുടെയും മനസ്സിൽ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളാണ്. നമ്മളുടെയൊക്കെ സ്വകാര്യ നിമിഷങ്ങളെ ഇന്നും ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് രവീന്ദ്രൻ. ഓരോ നിമിഷത്തിലും, ഓരോ ദിവസത്തിലും, ഓരോ മണിക്കൂറിലും ഒക്കെ ആയിട്ട് അത്രയധികം മലയാളികളെ സ്വാധീനിച്ച ഒരു സംഗീതകാരനാണ് രവീന്ദ്ര മാസ്റ്റർ എന്ന് പറയുന്നത്. ഒട്ടും അതിശയോക്തിയില്ല. ഒരു രവീന്ദ്ര സംഗീതം എന്ന് തന്നെ, രവീന്ദ്ര സംഗീതം എന്ന് പറയുന്നത് ഭാരതത്തിൽ നമ്മൾ രവീന്ദ്ര സംഗീതം എന്ന് പറയുന്നത് ടാഗോറിന്റെ ഗാനങ്ങളെ കുറിച്ചാണ്. ഇന്ത്യയിൽ നമ്മൾ രവീന്ദ്ര സംഗീതം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. ടാഗോറിന്റെ കവിതകള്, അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ രവീന്ദ്ര സംഗീതം. പക്ഷേ മലയാളത്തിലെ രവീന്ദ്ര സംഗീതം തന്നെ രവീന്ദ്രൻ തന്നെ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളെയാണ് നമ്മൾ രവീന്ദ്ര സംഗീതം എന്ന് പറയുക. ഇത്രയധികം സംഗീത സംവിധായകന്മാരുണ്ട്. പക്ഷെ ഒരാളുടെ പേരിലും ഒരു ദേവരാജ സംഗീതം എന്നോ അല്ലെങ്കിൽ ഒരു അർജുനൻ സംഗീതം എന്നോ അങ്ങനെ നമ്മൾ പറയില്ല. പക്ഷെ രവീന്ദ്ര സംഗീതം എന്ന് നമ്മൾ മലയാളികൾ എടുത്തു പറയുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ ചില ആ ഗാനത്തിൻ്റെതായിട്ടുള്ള, അദ്ദേഹത്തിന്റെ ഗാനങ്ങളുടേതായിട്ടുള്ള ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. യേശുദാസ് എന്ന മഹാഗായകൻ, ഇന്ത്യയിൽ പകരം വെക്കാനില്ലാത്ത ഒരു ഗായകനാണ് യേശുദാസ്. ആ യേശുദാസ് എന്ന ഗായകന്റെ കഴിവുകളുടെ പരമാവധി പ്രയോജനപ്പെടുത്തിയ, തന്റെ ഗാനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയ ഒരു സംഗീത സംവിധായകനാണ് രവീന്ദ്ര മാസ്റ്റർ. എനിക്കിപ്പോ ഇതില് ആരൊക്കെ കാണാൻ പറ്റുന്ന ജോസഫ് ജോൺ സാർ, ഓമന ടീച്ചർ, രമാവതി മേഡമൊക്കെ ഉണ്ട്. രമാവതി മേഡം ഒരു ജോൺസൺ മാസ്റ്റർ ഒരു ഗാനം എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിൽ വരുന്നത്? ഒരു ഗാനം ഒന്ന് പറയൂ. പെട്ടെന്ന് വരുന്ന ഒരു ഗാനം. രവീന്ദ്രൻ സാറിന്റെ? അതെ. ഏതോ. യെസ്, വെരി ഗുഡ്, അടിപൊളി. അതെ, മനോഹരമായിട്ടുള്ള ഗാനം. യെസ്, ജോസഫ് ജോൺ സാർ ഒരു ഗാനം പെട്ടെന്ന് പറയാൻ വരുമ്പോൾ ഒന്ന് പറയൂ. ജോസഫ് ജോൺ സാർ. സാറില്ലേ? സാബു സാർ പറയുന്ന ഇന്നും എന്റെ കണ്ണുനീരിൽ. യെസ്, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഗാനങ്ങളാണ്. മനോജ് സാർ ഒരു ഗാനം ഒന്ന് പറയാമോ? മനോജ് സാർ. ഓക്കെ, ആളില്ലാതുകൊണ്ട് അല്ലേ. ജ്യോതികുമാർ സാർ ഉണ്ടോ? ജ്യോതികുമാർ സാർ പറയൂ സാർ. പ്രമദവനം. യെസ്, ജോസഫ് ജോൺ സാർ. ഓക്കെ, കേൾക്കാം. തീർച്ചയായിട്ടും മലയാളത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗാനത്തിന്റെ തുടക്കമായിരുന്നു പ്രമദവനം. പ്രമദവനത്തിന് മുൻപും പിൻപും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ രവീന്ദ്രന്റെ മുൻകാല ഗാനങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ശാസ്ത്രീയ ഗാനം അത്ര അടിത്തറയുണ്ടായിരുന്നില്ല. പക്ഷെ ഈ പ്രമദവനത്തിന് ശേഷം, അല്ലെങ്കിൽ ചിരിയോ ചിരിയിലെ 7 സ്വരങ്ങൾക്ക് ശേഷമാണ് അത് ആസ്വാദികർ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള ഒരു വഴികളിലൂടെ സഞ്ചരിക്കുവാൻ തുടങ്ങിയത്. താങ്ക് യു. ജ്യോതികുമാർ സാർ ഉണ്ടോ? ഓക്കെ, താങ്ക് യു. എന്തായാലും നിങ്ങള് കാരണം രവീന്ദ്ര മാസ്റ്റർ ഒരു ഗാനം പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രയധികം ഗാനങ്ങളാണ് നമ്മളെ മാടി വിളിക്കുന്നത്. മാസ്റ്ററിന്റെ അനേകം ഗാനങ്ങളാണ്. അപ്പൊ ഒരു ഗാനം പെട്ടെന്ന് എനിക്കും പറയാൻ പെട്ടെന്ന് സാധിക്കില്ല. ഈ പറഞ്ഞ ഗാനങ്ങളൊക്കെ എന്റെയും പ്രിയപ്പെട്ട ഗാനങ്ങളൊക്കെയാണ്. അപ്പൊ സംഗീതത്തിന്റെ, അതായത് നമ്മളുടെ മുൻപുണ്ടായിരുന്ന സംഗീത സംവിധായകരൊക്കെ ഇങ്ങനെയായിരുന്നു. അവരൊക്കെ ഒരു മന്ത്രസ്ഥായിലും മധ്യസ്ഥായിലും ഒക്കെയാണ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരുന്നത്. നമുക്ക് ആർക്കു വേണമെങ്കിലും ഒരു സാധാരണ പാടുവാൻ സാധിക്കുന്ന, ദേവരാജൻ മാസ്റ്റർ ആയാലും അർജുനൻ മാസ്റ്റർ ആയാലും രാഘവൻ മാസ്റ്റർ ആയാലും ബാബുരാജൊക്കെ ആണെങ്കിൽ തന്നെയും അവരൊക്കെ കൂടുതലും ആ താരസ്ഥായിലും അതുപോലെ തന്നെ മന്ത്രസ്ഥായിലും മധ്യസ്ഥായിലും ഒക്കെയാണ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.
പക്ഷേ അതെല്ലാം വിട്ടിട്ട് ചില കസർത്തുകൾ എന്ന് നമ്മൾ പറയില്ലേ, രവീന്ദ്രൻ മാസ്റ്റർ വന്നതിൽ പിന്നെയാണ് ചില കസർത്തുകളൊക്കെ തുടങ്ങിയത്. സാധാരണ ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിൽ കൂടി അല്ലാതെ മറ്റൊരു വേറിട്ട വഴി, തന്റേതായിട്ടുള്ള ഒരു വേറിട്ട വഴിയിൽ കൂടിയാണ് അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് താരസ്ഥായിലുള്ള പാട്ടുകളൊക്കെ അദ്ദേഹം ചിട്ടപ്പെടുത്തി യേശുദാസിനോട് പാടുവാൻ കൊടുത്തത്. യേശുദാസിനേക്കാൾ വലിയൊരു ഗായകനായി വരണം എന്നുള്ള ഒരു നിശ്ചയത്തോടു കൂടിയാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് വണ്ടി കയറിയത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇതൊന്നും അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ എന്നാൽ പിന്നെ യേശുദാസിന് കുറച്ച് കഷ്ടപ്പെട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഈണങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അദ്ദേഹത്തിന് ഒരു വെല്ലുവിളി എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം ആദ്യം പാട്ടുകൾ കൊടുത്തത്. പക്ഷേ അദ്ദേഹമൊക്കെ വിചാരിച്ചതിലും എത്രയോ ഭംഗിയായി പുതിയ പുതിയ ഓരോ ഗാനത്തിലും പുതിയ പല അർത്ഥമാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് യേശുദാസ് അത് തിരികെ മനോഹരമായി പാടിയപ്പോൾ അപ്പൊ വേറെ ഒരു അവസ്ഥയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഗായകനും യേശുദാസ് ആയിരുന്നു. തന്റെ എല്ലാ ഗാനങ്ങളും യേശുദാസ് പാടണം എന്നാണ് ആ സംഗീത സംവിധായകൻ വിചാരിച്ചിരുന്നത്. യേശുദാസ് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു വഴി തുറന്നു കൊടുത്തത് സംഗീത സംവിധാന രംഗത്തേക്ക്. കാരണം ഇവർ ഒരുമിച്ച് തിരുവനന്തപുരം സ്വാതിരുന്നാൾ കോളേജിൽ പഠിച്ചതായിരുന്നു. അപ്പൊ ആ പാട്ടുകാരനാവുന്നത് സാധിക്കാതെ വന്നപ്പോൾ യേശുദാസ് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ സംഗീത സംവിധാന രംഗത്തേക്ക് തിരിയൂ എന്ന് ഉപദേശിച്ചത് അദ്ദേഹമാണ്. കൂടാതെ ചൂള എന്ന 1979 ചൂള എന്ന അദ്ദേഹത്തിന്റെ ശശികുമാർ സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിന് സംഗീത സംവിധാനം ചെയ്യാമെന്ന് ഏറ്റിരുന്ന യേശുദാസ് അത് രവീന്ദ്രന് നൽകുകയും ചെയ്തു. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി അദ്ദേഹം രവീന്ദ്രന് കൊടുക്കുകയുണ്ടായി. അവിടെ നിന്നാണ് അദ്ദേഹം ആരംഭിക്കുന്നത് താരകേ എന്നുള്ള പാട്ട് മുതൽ. താരകേ മിഴിതൾ കണ്ണീരുമാ എന്നുള്ള ഗാനമായിട്ടാണ് അദ്ദേഹം മലയാളത്തിലേക്ക് കടന്നു വന്നത്. പിന്നീട് സാബു സാർ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 180ഓളം സംഗീത ചലച്ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീത സംവിധാനം നിർമ്മിച്ചു. നമുക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളിലേക്ക് കടക്കാം. അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് ഉണ്ടാക്കി കൊടുത്തത് 1979 അദ്ദേഹം ഈ ചൂള എന്നുള്ള ചിത്രം സംഗീത സംവിധാനം ചെയ്തത്. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് ഉണ്ടാക്കി കൊടുത്ത പാട്ടാണ് തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി. ഈ ഒരു പാട്ട് അന്നേ വരെയുണ്ടായ പാട്ടിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു തേനും വയമ്പും എന്ന ചിത്രത്തിന് ബിജു തിരുമല എന്ന രചയിതാവ് എഴുതി KJ യേശുദാസ് ആലപിച്ച തേനും വയമ്പും എന്നുള്ളത്. ഈ ഒരു പാട്ട് കഴിഞ്ഞതിൽ പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഫോൺ കോളുകൾ വന്നു. അവാർഡ്, ഈ പാട്ടിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവാർഡ് ലഭിക്കും എന്നുള്ള ഒരു ഫോൺ കോൾ അദ്ദേഹത്തിന് വന്നത്. കാരണം ഇതിന്റെ ജൂറി എല്ലാം തീരുമാനിച്ച് അവാർഡ് പ്രഖ്യാപിക്കുന്നതിന്റെ തലേദിവസം വരെ അദ്ദേഹത്തിന് ഫോൺ വന്നിരുന്നു, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിന് അവാർഡ് ലഭിക്കുന്നതാണ്. പക്ഷെ പിറ്റേ ദിവസം പത്രം വന്നെടുത്ത് നോക്കിയപ്പോൾ അതിൽ അദ്ദേഹത്തിന് അവാർഡ് ഇല്ല. പക്ഷെ അവാർഡ് ഇല്ലെങ്കിലൊന്നും വേണ്ട, മലയാളികളുടെ മനസ്സിൽ ഈ ഗാനം എന്താ പറയുക വളരെ ഇടം പിടിച്ചു എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയ നിർവാഹമില്ല. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി. ആ മഞ്ഞുകാലത്ത് ഈ പാട്ട് നമ്മുടെ മനസ്സിലേക്കൊക്കെ ഇങ്ങനെ അരിച്ചിറങ്ങുകയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊരു ചരിത്രം തന്നെയാണ് സൃഷ്ടിച്ചത്. മാനത്തെ ശിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം, കാലത്തും വൈകിട്ടും കൂമ്പാളത്തേനുണ്ണാൻ ആ വാഴത്തോട്ടത്തിൽ നീയും പോരുന്നു. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി. രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും വീണ്ടും വീണ്ടും. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി. മനോഹരമായ ഈ ഗാനത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. നിങ്ങൾ എല്ലാവരെയും ഈ ഗാനത്തിന് ശബ്ദം പകരുവാനായിട്ട് ക്ഷണിക്കുന്നു. യെസ്, പാടി തുടങ്ങൂ. ആരാണ് പാടുന്നത്?
തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും വീണ്ടും വീണ്ടും. തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി നീലക്കൊടുവേലിപ്പോത്തു ദൂരെ നീലക്കിരിക്കുന്നിൽ മേലെ മഞ്ഞിൻ പൂവേലിക്കൽ കൂടി കൊച്ചു വണ്ണാത്തിപ്പുള്ളുകൾ പാടി താളം പിടിക്കുന്ന വാലാട്ടിപ്പക്ഷിക്ക് താലി കെട്ടിന്നല്ലേ നീയും പോരുന്നു. തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി. മാനത്തെ ശിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടും കാലത്തും വൈകിട്ടും പൂമ്പാളത്തേനുണ്ണ ആ വാഴത്തോട്ടത്തിൽ നീയും പോരുന്നു. തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി നീലക്കോടുവേലി പൂത്തു ദൂരെ നീലകുനിക്കുന്നിൻ മേലെ മഞ്ഞിൻ പൂവേലിക്കു കൂടി ചുവന്നാത്തിപ്പുള്ളുകൾ താളം പിടിക്കുന്ന വാലാട്ടിപ്പക്ഷിക്ക് താടി കെട്ടിന്നല്ലേ നീയും പോരുന്നു. തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും. തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി. ഓക്കെ, വേറെ പാടുന്നേ? സാർ ഞാൻ പാടത്തെ. 4 വരി ഞാൻ പാടാം. നീ സാർ ജോർജ് സാർ ഒന്ന് പാടിക്കോട്ടെ. ഓക്കെ, ജോർജ് സാർ ഹായ്, താങ്ക് യു സാർ. തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും. തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി മാനത്തെ ശിങ്കാരത്തോപ്പിൽ ഒരു ഞാനിപ്പൂവൻ പഴത്തോട്ടം. മാനത്തെ ശിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം കാലത്തും വൈകിട്ടും കൂമ്പാളത്തേനുണ്ണാൻ ആ വാഴത്തോട്ടത്തിൽ നീയും പോരുന്നോ. തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി നീലക്കൊടുവേരി പൂത്തു ദൂരെ നീലഗിരിക്കുന്നിൻ മേലെ മഞ്ഞിൻ പൂവേലിക്കൽ കൂടി കൊച്ചു വണ്ണാത്തിപ്പുള്ളുകൾ പാടി താളം പിടിക്കുന്ന വാലാട്ടിപ്പക്ഷിക്ക് താലി കെട്ടിന്നല്ലേ നീയും പോരുന്നോ. തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി. താങ്ക് യു സാർ. വെരി ഗുഡ് ട്രിബ്യൂട്ട് ജോർജ് സാർ. സൂപ്പർ സൂപ്പർ സൂപ്പർ, നന്നായി, താങ്ക് യു. അടിപൊളി. സന്തോഷം തോന്നുന്നു ഒത്തിരി. ജോസഫ് ജോൺ സാർ പാടും, ഈ പാട്ട് പാടും. ജോസഫ് ജോൺ സാർ. അല്ലെ, ഒരു പാട്ടിൽ തന്നെ നിൽക്കേണ്ട സാറേ, നമുക്ക് അടുത്ത പാട്ടുകളിലേക്ക് പോകാം. ഓക്കെ, അടുത്ത പാട്ട് ഇപ്പോ രണ്ടുപേരും. ഓക്കെ, എന്തിനു വേറൊരു സൂര്യോദയം. ഓക്കെ. എന്തിനു വേറൊരു സൂര്യോദയം
നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ, എന്തിനു വേറൊരു മധുവസന്തം. നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ. അത്രേ ഉള്ളു സാറേ. മഴയത്ത് മുൻപേ എന്നുള്ളൊരു മനോഹരമായിട്ടുള്ള ഒരു ചിത്രമുണ്ട്. അതിലത്തെ ഗാനമാണ് എന്തിനു വേറൊരു സൂര്യോദയം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഈ ഒരു പാട്ട് രവീന്ദ്ര മാഷ് ഒരു കീർത്തനം, അതിന്റെ ആദ്യത്തെ വരി ശുദ്ധധന്യാസി രാഗത്തിലുള്ള ഒരു കീർത്തനം ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഹിമഗിരിതനയേ ഹേമലദേ ഹിമഗിരിതനയേ ഹേമലദേ എന്നുള്ളൊരു കീർത്തനമുണ്ട്. ആ കീർത്തനത്തിൽ നിന്നാണ് ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒരു സംഗീതം ഇതിന് കൊടുത്തത്. ഹിമഗിരിതനയേ ഹേമലദേ എന്തിനു വേറൊരു സൂര്യോദയം. അപ്പൊ അദ്ദേഹം ഒരുപാട് അതായത് ശാസ്ത്രീയമായിട്ടുള്ള ഗാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ട് ശാസ്ത്രീയ സംഗീതത്തിലൊക്കെ നല്ല പ്രാവീണ്യമുള്ള ആളാണ് രവീന്ദ്ര മാസ്റ്റർ. അപ്പൊ അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ഇതിന്റെ വിഷ്വൽസ് ഒക്കെ നമ്മുടെ മനസ്സിൽ, മമ്മൂട്ടിയും ശോഭനയും തമ്മിലുള്ള ആ വിഷ്വൽസ് എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കും അല്ലെ. മമ്മൂട്ടി മുണ്ടൊക്കെ എടുത്തിട്ട് വന്നിട്ട് ശോഭനയും സാരിയൊക്കെ ധരിച്ചു വന്നിട്ട് ആ ഒരു പാട്ടിന്റെ ഒരു വിഷ്വൽസ് ഒക്കെ നമ്മുടെ മനസ്സിൽ വളരെ ഭംഗിയായിട്ടുണ്ട്. നിന്റെ നോദുര മർമരം ഒന്ന് കേൾക്കാനായി വന്നു ഞാൻ, നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി ജീവിതം. നീ എന്റെ ആനന്ദ നീലാംബരി, നീ ഇന്നും അണയാത്ത ദീപാഞ്ജലി, ഇനിയും ചിലമ്പണിയൂ എന്തിനു വേറൊരു സൂര്യോദയം. നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ, എന്തിനു വേറൊരു മധുവസന്തം. ഇന്നു നീ എന്നരികിലില്ലേ മലർവനിയിൽ, എന്തിനു വേറൊരു സൂര്യോദയം. പാടിക്കോളൂ. യെസ്, അടുത്ത ആള് പാടും. പാട്ടുകാരെ കുറവാണോ? എല്ലാവരും രണ്ടുപേരും അറ്റംപ്റ്റ് ചെയ്യുന്നു. പാടും. ബീന മാം, ഓമന മാം, സുനിത മാം. അമഗോപികെ ഈ മിഴിപ്പുകളിന്നന്തീരനായി താവകാങ്കുലിലാളനങ്ങളിൽ ആർദ്രമായി മാനസം പൂക്കൊണ്ടു മൂടുന്നു വൃന്ദാവനം സിന്ദൂരമണിയുന്നു രാഗാംബരം പാടൂ സ്വരയമുനേ എന്തിനു വേറൊരു സൂര്യോദയം നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ എന്തിനു വേറൊരു മധുവസന്തം നീ എന്നരികിലില്ലേ മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു സൂര്യോദയം. നന്നായിട്ട് പാടിയല്ലോ, നന്നായി പാടി. ഞാൻ നാലൊരു പാടായിരിക്കും, ടച്ചില്ല എനിക്ക് ഈ രവീന്ദ്ര സംഗീതമായിട്ട് അത്ര ഇതില്ല. എന്നാലും ഞാൻ നാലുപേര് ട്രൈ ചെയ്യാം. എന്തിനു വേറൊരു സൂര്യോദയം നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ എന്തിനു വേറൊരു മധുവസന്തം എന്തിനു വേറൊരു മധുവസന്തം ഇന്നു നീ എന്നരികിലില്ലേ മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു
മധുവസന്തം. മതി. എത്ര ഓക്കെ, വേറെ ആരെങ്കിലും? നിന്റെ ദൂരമർന്നരൻ വന്നു കേൾക്കാനായി വന്നു ഞാൻ. നിന്റെ സ്വാന്തന വേണുവിൽ രാഗലോലനായി ജീവിതം. നീ എന്റെ ആനന്ദ നീലാംബരി, നീ എന്ന് നനയാത്ത ദീപാഞ്ജലി. ഇനിയും ചിലമ്പണിയോ എന്തിനു വേറൊരു സൂര്യോദയം. നീ എന്തിനു വേറൊരു മധുവസന്തം. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും പാടുന്നു? അടുത്ത പാട്ടിപ്പോ മൗലിയിൽ മയിൽപ്പീലി. മൗലിയിൽ മയിൽപ്പീലി ചാർത്തി. രവീന്ദ്രൻ മാഷ്ട ഗാനങ്ങളിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സാധാരണ കാണുന്ന ഗാനങ്ങളിൽ നിന്ന് രവീന്ദ്രൻ മാഷ്ട സാധാരണ കാണുന്ന ഗാനങ്ങളിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഗാനമാണ് നന്ദനം എന്ന ചിത്രത്തിലെ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി രവീന്ദ്രൻ മാഷ് സംഗീതം നൽകിയ, രഞ്ജിത്തിന്റെ ആണ് സംവിധാനം, നന്ദനം എന്നുള്ള ഒരുപാട് പ്രശസ്തമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു നന്ദനം ആ കാലത്ത്. അപ്പൊ ഗിരീഷ് പുത്തഞ്ചേരിയിൽ ഇതിന്റെ മനോഹരമായിട്ടുള്ള ഇതിന്റെ വരികൾക്ക് അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് ലഭിക്കുകയുണ്ടായി. ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ്. അതിൽ ഒരുപാട് നല്ല പാട്ടുകൾ, എല്ലാ പാട്ടുകളും വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ. നിങ്ങൾക്കറിയാം, കാർമുകിൽ വർണ്ണന്റെ എന്നുള്ള ചിത്രയുടെ ഗാനത്തിനാണ് ചിത്രയ്ക്ക് സംസ്ഥാന അവാർഡ് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഒരുപാട് അവാർഡുകളും അതുപോലെ തന്നെ ഒരുപാട് എല്ലാ പാട്ടുകളും തന്നെ അറിയാതെ എന്നുള്ളൊരു പാട്ട്, അല്ല അറിയാതെയല്ല, വേറൊരു പാട്ടുണ്ട്, ആരും എന്നുള്ളൊരു പാട്ട്, ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടിയ ആരും എന്നുള്ള പാട്ട്. അങ്ങനെ ഒത്തിരി യേശുദാസ് ലൈവായിട്ട് ഈ സിനിമയില് പാടി അഭിനയിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള, അതുപോലെ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രവീന്ദ്രൻ മാഷ ശൈലിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പാട്ടും കൂടിയാണ് മൗലിയിൽ മയിൽപ്പീലി ചാർത്തി. നീലനിലാവിലെ നീലക്കടമ്പിലെ നീർമണിപ്പൂകൾ കണി കാണേണം. നീലനിലാവിലെ നീലക്കടമ്പിലെ നീർമണിപ്പൂകൾ കണി കാണേണം. കാളിന്തിയോളങ്ങൾ നോപുരം ചാർത്തുന്ന, കാളിന്തിയോളങ്ങൾ നോപുരം ചാർത്തുന്ന പൂവിതൾ പാദങ്ങൾ കണി കാണേണം. നിന്റെ കായാമ്പൂടൽ കണി കാണേണം. നന്ദനന്ദനം ഭജേ നന്ദനന്ദനം, ഭജേ നന്ദനന്ദനം, ഭജേ നന്ദനന്ദനം, ഭജേ നന്ദനന്ദനം, ഭജേ നന്ദനന്ദനം. മൗലിയിൽ മയിൽപ്പീലി ചാർത്തി, മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി, ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം. നെഞ്ചിൽ ഗോരോചനക്കുറി കണി കാണണം. നന്ദനന്ദനം ഭജേ നന്ദനന്ദനം, ഭജേ നന്ദനന്ദനം, ഭജേ നന്ദനന്ദനം. മൗലി മയിൽപ്പീലി ചാർത്തി. മനോഹരമായിട്ടുള്ള ഒരു കൃഷ്ണഭക്തി ഗാനമാണ്. കൃഷ്ണഭക്തി ഗാനം ആലപിക്കുവാനായിട്ട് നിങ്ങളെവരെയും ക്ഷണിക്കുന്നു. ഞാൻ അതിന്റെ സെക്കൻഡ് സ്റ്റാൻസ് ചെയ്ത് പാടാം. ആരും പാടുന്നുണ്ടോ? ഫസ്റ്റ് പാടാം സാർ. മൗലിയിൽ മയിൽപ്പീലി ചാർത്തി,
മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം. നെഞ്ചിൽ ഗോരോചനക്കുറി കണി കാണണം. നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം. മൗലിയിൽ മയിൽപ്പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി. താങ്ക് യു സർ. ഓക്കെ, വേറെ ആരൊക്കെയാണ് പാടാൻ പറ്റുന്നത്? രമാദേവി മാം. 4 വരി പാടാം സാറേ. ഹലോ. മൗലിയിൽ മയിൽ പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരൻ കണി കാണണം. നെഞ്ചിൽ ഗോരോചനക്കുറി കണി കാണണം. നന്ദനന്ദനം ഭജേ നന്ദനന്ദനം നന്ദനന്ദനം ഭജേ നന്ദനന്ദനം. ഓമന മാം പാടിക്കോ. ചല്ല സർ. മൗലിയിൽ മയിൽ പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം. നെഞ്ചിൽ ഗോരോചനക്കുറി കണി കാണണം. നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം. മൗലിയിൽ മയിൽപ്പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി. ആർക്കെങ്കിലും എഴുതാനും? ഓ, ഞാൻ പാടട്ടെ. പഠിക്കും. മൗലിയിൽ മയിൽ പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി ഗുരുവായൂരം കടല 2 ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം. നെഞ്ചിൽ ഗോരോചനക്കുറി കണി കാണണം. നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം. മൗലിയിൽ മയിൽ പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി. ഓക്കെ, ഒരു സ്റ്റാൻസ ഞാൻ പാടാം. കണ്ണിലെ അഞ്ജന നീലിമ കണി കാണണം. കഞ്ചവിലോചനൻ കണ്ണന്റെ കണ്ണിലെ അഞ്ജന നീലിമ കണി കാണണം. ഉണ്ണിക്കൈ രണ്ടിലും പുണ്യം തുളുമ്പുന്ന ഉണ്ണിക്കൈ രണ്ടിലും പുണ്യം തുളുമ്പും പെണ്ണക്കുടങ്ങളും കണി കാണണം. നിന്റെ പൊന്നോട് കുഴൽ കണി കാണണം. നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം. മൗലിയിൽ മയിൽ പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി. ഞാനൊന്ന് പാടട്ടെ. ഓക്കെ, മൗലിയിൽ മയിൽ പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി ഗുരുവായൂരമ്പലം ഗോകുലമാകുന്ന ഗോപകുമാരനെ കണി കാണണം.
നെഞ്ചിൽ ഗോരോചനക്കുറി കണി കാണണം. നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം. മൗലിയിൽ മയിൽ പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി. താങ്ക് യു മാം. അടുത്ത 7 സ്വരങ്ങളും തഴുകി വരുന്ന, എല്ലാവർക്കും പാടാൻ പറ്റും അല്ലേ? ചെറിയ പാട്ടാണെങ്കിൽ ചെറുതായിട്ടാണെങ്കിലും പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ്. ഷാബു സാർ അല്ലേ? യെസ്, 7 സ്വരങ്ങളും തഴുകി വരുന്ന ഒരു ഗാനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സാർ ഉണ്ടോ? സാർ പാട്ട് തുടങ്ങാം. ചിരിയോ ചിരി എന്നുള്ളൊരു ചിത്രത്തില് ബാലചന്ദ്രൻ മേനോന് ചിരിയോ ചിരി എന്നുള്ളൊരു ചിത്രത്തിലെ ഒരു പാട്ടാണ്. അദ്ദേഹം പറഞ്ഞു മേലെ തട്ടിലും ഉള്ളവർക്കും കുറച്ച് സാധാരണ പാടുന്നവർക്ക് കുറച്ച് വെല്ലുവിളിയായിട്ടുള്ളൊരു ഗാനമാണ് ഇത്. എല്ലാവർക്കും പാടാമെന്ന് സാർ പറഞ്ഞു. പല്ലവി പാടാം. അനുവല്ലിയിലൊക്കെ വരുമ്പോ കുറച്ച് കസരത്തൊക്കെ രവീന്ദ്രൻ കാണിക്കുന്നുണ്ട്. ആ കസരത്തൊക്കെ ആരംഭിക്കുന്ന ഒരു ഗാനമാണ്. ഈ 7 സ്വരങ്ങളും എന്നുള്ള ഗാനം മുതൽക്കാണ് അദ്ദേഹം ചില എന്താ പറയാ ചില സർക്കസുകളൊക്കെ കളിച്ചു തുടങ്ങിയത്. അപ്പൊ അത് പക്ഷെ ആസ്വാദികർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഈ ഗാനങ്ങളൊക്കെ. അപ്പൊ അവരുടെ ശരിക്കും ശാസ്ത്രീയമായ അടിത്തറയുള്ള ഗാനം എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെ മനസ്സിലും വന്നു. ഇവിടെ നിന്ന് തൊട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു രണ്ടാം ഒരു കാലം എന്ന് പറയുന്നുള്ളൂ. അപ്പൊ ആദ്യത്തെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ അത് ഒരേപോലെയുള്ള ഗാനങ്ങളായിരുന്നു. കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ടുള്ള ഗാനങ്ങൾ ഈ ഒരു സിനിമ മുതലാണ് അദ്ദേഹം ആരംഭിച്ചത്. 7 സ്വരങ്ങൾ പാടിക്കോളും. അതിന്റെ ഫസ്റ്റ് തുടങ്ങുന്ന മറ്റത് സാറ് പറഞ്ഞാല് ടഫാണ്. 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം, ഗാനം ദേവഗാനം അഭിലാഷഗാനം. മാനസവീണയിൽ കരപരിലാളന ജാലം, ജാലം ഇന്ദ്രജാലം അതിലോലലോലം. 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. ആരോ പാടും ലളിത മധുരമഴ ഗാനം പോലും കരളിൽ അമൃതമഴ. ആരോ പാടും ലളിത മധുരമഴ ഗാനം പോലും ബാക്കി കിട്ടുന്നില്ല സാറേ, കുറെ പാടാതെ. ഏതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികളിലേതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികളിൽ അവയിലുണരുമൊരു പുതിയ പുളകമതനഹരിയൊഴുകി വരു ശുഭനിമിഷമേ. ഓരോ ആരോടും മിണ്ടാതെ ആരോമൽ തീരത്തിൽ അനുഭൂതികളിൽ സ്വരം തഴുകി വരുന്നൊരു ഗാനം, അഭിലാഷഗാനം. മാനസവീണയിൽ കരപരിലാളന ജാലം, ജാലം അതിലോലലോലം. 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. യെസ്, വേറെ ആർക്കെങ്കിലും? മനോജ് സാർ, ജോസഫ് സാറുടെ പാടും. ഹസൻ സാർ, ആർക്കെങ്കിലും 2 വരി 4 വരി? ഞാൻ പാടാൻ പറ്റിയ സാഹചര്യത്തിലല്ല, അതാണ്. ഓക്കെ 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 ഓക്കെ, അടുത്ത പാട്ടി പോ. നോ പ്രോബ്ലം. സമയം അടുത്തത് ഇന്നും എന്റെ കണ്ണുനീർ. അതെ, സാബു സാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനത്തിലൊന്നാണ് ഇന്നും എന്റെ കണ്ണുനീര് നിന്നോർമ്മ പുഞ്ചിരിച്ചു. അങ്ങനെ ഒരാളുണ്ടായിരുന്നു അല്ലെ സാറേ? നമ്മളൊക്കെ യൗവനകാലത്ത് ഒരുപാട് എന്താ പറയാ ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത സംവിധായകനായിരുന്നു രവീന്ദ്രൻ. നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് യൗവനകാലത്ത് നമ്മുടെ ബാല്യകാലത്തും അത് കൗമാരകാലത്തൊക്കെ വേറെ ആളുകളായിരുന്നു വന്നിരുന്നത്. നമ്മുടെയൊക്കെ യൗവനകാലത്തെ എന്താ പറയാ
ആ ഓർമ്മകളിലൊക്കെ കൊണ്ടുപോകാൻ രവീന്ദ്ര മാഷ്ക്ക് ഭംഗിയായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് മോഹൻലാലൊക്കെ അഭിനയിച്ച യുവജനോത്സവം. ശ്രീകുമാരൻ സംവിധാറിന്റെ സിനിമയാണ്. തമ്പി സാറ് തന്നെയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം. നമ്മുടെ ഉള്ളിലൊക്കെ ചെറിയൊരു വിങ്ങല്, സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും ഒക്കെ ചെറിയ വിരഹത്തിന്റെയും ഒക്കെ ചെറിയ നനുനനുത്ത ഒരു വിങ്ങല് വേദന ഒക്കെ ഉൾക്കൊള്ളുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. സ്വർണമല്ലി നൃത്തമാടും നാളെയുമി പൂവനത്തിൻ തെന്നൽ കൈ ചേർത്ത് വയ്ക്കും പൂക്കുന്ന പൊൻപണം പൂ നിൻ പ്രണയ പൂക്കനിഞ്ഞ പൂമ്പൊടികൾ ചിറകിലേന്തി എന്റെ ഗാനപ്പൂത്തുമ്പികൾ നിന്നതരം തേടി വരും. ഇന്നും എന്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. ഈറൻമുകിൽ മാലകളിൽ ഇന്ദ്രധനുസെന്ന പോലെ ഇന്നും എന്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. ഈറൻമുകിൽ മാലകളിൽ ഇന്ദ്രധനുസെന്ന പോലെ. സാർ പാടിക്കോളൂ. സാബു സാർ ഇഷ്ടപ്പെട്ട ഗാനം പാടും. വേറെ ആരെങ്കിലും പഠിക്കും എന്നിട്ട് തുറന്നു പാടട്ടെ സാർ? ഹലോ, പാടു പാടു പാടു. പാടിക്കോളൂ. തെന്നൽ കൈ തുമ്പികൾ നിൻ തേടി വരും എന്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. ഈറൻമുകിൽ എന്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. അത്രേ ഉള്ളൂ. ഒരു രണ്ടുപേരി ആർക്കെങ്കിലും? ഓക്കെ, ഞാൻ എന്റെ നടുക്കത്തെ ഇച്ചിരി പാവം ഞാനും പാടാം. നാളെയുമി പൂവനത്തിൽ തെന്നൽ കൈ ചേർത്തു വയ്ക്കും പൂക്കോന നമ്പോ എന്റെ പ്രിയ പൂകനിഞ്ഞ പൂമ്പൊടികൾ ചിറകിലേന്തി എന്റെ ഗാനപ്പൂത്തുമ്പികൾ നഗരം തേടി വരും. ഇന്നും എന്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു.
ഈരന്മോകിൽ മാലകളും ഇന്ദ്രധനുസെന്നപോലെ നിന്നെ ചന്ദ്രനിൽ നിന്നോട് പുഞ്ചിരിച്ചു. ഓക്കെ, അടുത്ത പാട്ട് വികാര നൗകയുമായി രവീന്ദ്രൻ മാഷിന്റെയും കൈതപ്പുറത്തിന്റെയും കൂടെയുള്ള അമരത്തിലെ അതെ. ഒരു മനോഹരമാണ്. അമരം ഭരതന്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രമായിരുന്നു അമരം. നമ്മുടെ മമ്മൂട്ടിയുടെ അസാധാരണമായിട്ടുള്ളൊരു അഭിനയം ആയിരുന്നു. അപ്പൊ രവീന്ദ്രമാഷ കൂടെ ഗിരീഷ് പുത്തഞ്ചേരിയും അതുപോലെ തന്നെ കൈതപ്പുറവും കൂടി ചേരുമ്പോഴാണ് ഏറ്റവും മികച്ച ഗാനങ്ങൾ ഉണ്ടായിരുന്നത് അഭിപ്രായങ്ങൾ. കാരണം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എന്ന് പറയുന്നത് ഒരു ഗാനരചയിതാവ് മാത്രമല്ല, അദ്ദേഹം ഒരു സംഗീത സംവിധായകനും ഗായകനും ഒക്കെ കൂടിയാണ്. അപ്പൊ അവർക്ക് തമ്മിൽ ഒരു അടുപ്പം, ഇഴയടുപ്പം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരി, അദ്ദേഹം നന്നായിട്ട് പാട്ടുകൾ പാടും, തിരക്കഥയിൽ അങ്ങനെ സിനിമയുടെ എല്ലാ മേഖലയിലും പറ്റി ഒരുപാട് നല്ല അറിവും വിവരമൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരുള്ള കോമ്പിനേഷൻ വരുമ്പോഴാണ് ഏറ്റവും മികച്ച പാട്ടുകൾ രവീന്ദ്ര മാഷ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ കൈതപ്പുറത്തിന്റെ ഈ ഒരു പാട്ട് വികാരനൗകയുമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് അടിത്തട്ടില് ഇങ്ങനെ കിടക്കുന്ന ഒരു പാട്ടാണ്. ഇപ്പൊ കേട്ടാലും നമുക്കൊരു എന്താ പറയാ, ഒരു സങ്കടത്തിന്റെ ഒരു പാട്ടാണ്. വളരെ മനോഹരമായിട്ട് അദ്ദേഹം മധ്യമാവധി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടാണ് വികാരനൗകയുമായി. മമ്മൂട്ടി ആ കടപ്പുറത്ത് നിന്ന് ആ മണ്ണിനെ, കടപ്പുറത്ത് ആ മണലുകൾ ഇങ്ങനെ വാരി പുണരുന്ന ഒരു രംഗമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഈ പാട്ടിന്റെ വിഷ്വൽസ് വരുമ്പോ നമുക്ക് വരുന്നുണ്ട്. വെണ്ണുരവന്ന് തലോടുമ്പോ തടശിലയുകയായിരുന്നു. വെണ്ണുരവന്ന് തലോടുമ്പോ തടശിലയുകയായിരുന്നു. ഭൂമിയും തേടിയ ചെമ്പിലരയ ദൂരെ തുഴയെറിയുമ്പോ തീരവും പൂക്കളും കാണാക്കരയും മറയുകയായിരുന്നു. രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാ മൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ വികാര നൗകയുമാ തീരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു. രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാ മൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ. അമരത്തിൽ ഇത് മാത്രമല്ല, എല്ലാ പാട്ടുകളും നല്ലതാണ്. വളരെ ഓരോരോ പാട്ടുകളും അഴകേ നിൻമിഴിയിൽ, അതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. ശരി, പാടിക്കോളൂ. സാബു സാർ പാടിക്കോളൂ. വികാര നൗകയുമായി തിരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു. രാക്കിളി പൊന്മകളെ നിൻ പൂവിളി
യാത്രാമൊഴിയാണോ നിന്നോടും പിൻവിളിയാണോ? ഓക്കെ, രണ്ടുപേരും പാടും ആരെങ്കിലും? Anybody else? വികാര നൗകയുമായി തിരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ പേളി പുടവ വിരിഞ്ഞു. രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ? താങ്ക് യു സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും? അല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിൽ പോവാം. നമ്മുടെ മനോജ് സാറില്ലേ ഇവിടെ ഫ്ലോറില്? മനോജ് സാറ്, ശ്രീമാരി മാം പാടുന്നു. ആർക്കെങ്കിലും ഒരു വരി, രണ്ടുവരി? ഇല്ല. ഓക്കെ, അടുത്ത പാട്ട് പോകാൻ കുഴപ്പമില്ല. ഓക്കെ, നീലക്കടമ്പുകളിൽ. ഇത് വേണ്ട, ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് വേണ്ട, അടുത്തെടുത്തോ. അറിവിൻ നിലാവേ. യെസ്, മനോഹരമായിട്ടൊരു പാട്ടാണ് അറിവിൻ നിലാവേ. രാജശില്പി എന്നുള്ള അല്ലേ ഏത്? രാജശില്പി എന്നുള്ള ഒരു സിനിമയിലത്തെ പാട്ടാണ്. രാജശില്പി, KS ചിത്ര, മോഹനം രാഗത്തിൽ, ONV കുറുപ്പിന്റെയാണ് രചന. സിനിമ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? രാജശില്പി പിന്നെ കണ്ടിട്ടുണ്ട് അല്ലെ? സുകുമാരന്റെ സിനിമയുണ്ട്, സുകുമാരൻ പാദമുദ്രയൊക്കെ ചെയ്ത സുകുമാരൻ എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. നല്ല ഗാനമാണ്. ഈശായ നമഃ ഉമേശായ നമഃ ഗൗരീശായ നമഃ പരമേശായ നമഃ ഭുവനേശായ നമോ നമഃ. അറിവിൻ നിലാവേ മറയുന്നു നീ സ്മൃതി നിലാവിൻ കണിക തേടി രജനീഗന്ധി തിരുമുമ്പിൽ നിൽപ്പൂ അറിയാത്തതിന്തേ അറിയാത്തതിന്തേ അറിവിൻ നിലാവേ മറയുന്നു നീ സ്മൃതി നിലാവിൻ കണിക തേടി രജനീഗന്ധി തിരുമുൻപിൽ നിൽപ്പൂ അറിയാത്തതിന്തേ അറിയാത്തതിന്തേ. പാടിക്കോളൂ. ഇതറിയാമോ ആർക്കെങ്കിലും? അറിവിന്നില മറയല്ലോ നീ മൃദി നീല കണ്ണിക തേടി രജനീഗന്ധി തിരുമുമ്പിൽ നിൽപ്പൂ അറിയാത്തതെന്തേ നെറുകയണിയും കുളിർമതിക്കും അറിയുകയില്ലേ നിന്റെ നൃത്തമണ്ഡപങ്ങൾ നീലാകാശം നീളേ സാന്ദ്രചന്ദ്രരശ്മിമാല ചാർത്തിലാസ്യം ആടാ.
അറിവിന്നിലാവി മറയുന്നോ നീ. താങ്ക് യു സർ. അല്ലെ ഈ പാട്ടിന്റെ വരികളൊക്കെ നമ്മൾ വായിക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ ഇത് ചിട്ടപ്പെടുത്തിയ അവരുടെ ആ അല്ലെ എത്ര സാറേ. അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് ശാസ്ത്രീയ സംഗീതത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു. കുടജാദ്രിയിൽ ഓക്കെ. കുടജാദ്രിയിൽ കുടികൊള്ളും മൂകാംബിക ദേവിയെ പറ്റിയിട്ടുള്ള ഒരു ഗാനമാണ്. മനോഹരമായിട്ടുള്ള ഗാനം. രവീന്ദ്ര മാഷ് മൂകാംബികയ്ക്ക് പോകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പലപ്പോഴും അദ്ദേഹത്തോട് പലരും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ഗാനങ്ങൾ കിട്ടാതെ വന്നപ്പോ അല്ലെങ്കിൽ സംഗീത സംവിധാനം ചെയ്യാൻ സിനിമകൾ കിട്ടാതെ വന്നപ്പോ പലരും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അവിടെ പോയിട്ടൊന്ന് തപസ്സിരിക്കാൻ അല്ലെങ്കിൽ ഒരു വിസിറ്റ് ചെയ്യാനായിട്ട് മൂകാംബിക ദേവിയെ സന്ദർശിച്ച് സങ്കടങ്ങളൊക്കെ പറയാൻ പലരും അദ്ദേഹത്തിനോട് പറഞ്ഞു. പക്ഷെ അദ്ദേഹമൊക്കെ ഓരോ സമയത്തും അദ്ദേഹം ഓരോ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യും, ഇന്ന് പോകാം നാളെ പോകാം എന്നൊക്കെ ചെയ്യും. പക്ഷെ സിനിമ മേഖലയായതുകൊണ്ട് പലരും പല സമയത്തും വന്ന് തിരക്കുകളെല്ലാം അദ്ദേഹത്തിന് ഒരിക്കലും സാധിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ മറ്റൊരാളും അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ പാട്ടുകളൊക്കെ ഒരു കുറവായിരുന്നപ്പോ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങള് മൂകാംബിക പോയി അമ്മയെ ഒന്ന് കാണുമോ? അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ മൂകാംബിക പോകാൻ പറഞ്ഞത്? നിങ്ങൾക്ക് ശബരിമല പോകാൻ അല്ലെങ്കിൽ ഗുരുവായൂർ പോകാനോ വേറെ എവിടെയെങ്കിലും പോകാമായിരുന്നല്ലോ എന്നാണ് ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് അതാണ് തോന്നിയത്, മൂകാംബികയാണ് എന്റെ മനസ്സിൽ വന്നത്. അടുത്ത ദിവസം തന്നെ അദ്ദേഹം റിസർവേഷൻ ഒന്നും ചെയ്യാതെ അടുത്ത വണ്ടിക്ക് തന്നെ അദ്ദേഹം അവിടേക്ക് ചെന്ന് അവിടെ ഇരുന്ന് മനോഹരമായിരുന്നു ആ ഒരു മൂകാംബിക. അതുപോലെ തന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വീട്ടിൽ വന്ന ആ നിമിഷം, ആ സമയത്ത് തന്നെയാണ് ഭാര്യ പറഞ്ഞു, 2-3 ആൾക്കാര് ചേട്ടനെ അന്വേഷിച്ചു വന്നിരുന്നു, ഏതോ സിനിമക്കാരാണ്. അപ്പൊ അവര് വന്നപ്പോ പറയണേ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചപ്പോ ഞാൻ മൂകാംബികയാണ് പോയിരുന്നു എന്ന് പറഞ്ഞപ്പോ അവര് പറയുകയാണ്, മൂകാംബിക ദേവിയെ പറ്റിയിട്ടുള്ള ഒരു പാട്ടിനാണ് ഞങ്ങൾ നിങ്ങളെ കാണുവാനായിട്ട് 2 ദിവസം വന്നത്. അപ്പൊ അത് വളരെ ഒരു കോയിൻസിഡൻസ് ആയിരുന്നു, വളരെ ഒരു മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അതാണ് ഈ ഒരു സിനിമ. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി. ഒന്ന് പാടിക്കൊള്ളൂ ആരെങ്കിലും, ഒരു മിനിറ്റ് ഒന്ന് പാടും ആരെങ്കിലും, ഒന്ന് തുടങ്ങി നോക്കും. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. കാതര ഹൃദയ സരോവര നിറുകയിൽ ഉദയാങ്കുലിയാകൂ മംഗളമന്ദസ്മിതം തൂകൂ. നാദാത്മികേ മൂകാംബികേ ആദിപരാശക്തി നീയേ. നാദാത്മികേ ദേവി മൂകാംബികേ ആദിപരാശക്തി നീയേ. അഴലിന്റെ ഇരുൾ വന്ന മോടുന്ന മിഴികളിൽ നിറകതിർ നീ ചൊരിയൂ. ജീവനിൽ സൂര്യോദയം തീർക്കൂ. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. താങ്ക് യു സർ. ഓക്കെ, ആർക്കെങ്കിലും 2 വരി പെട്ടെന്ന് നമുക്ക് നിർത്താം, സമയമായി. പാടിക്കോളൂ. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. കാതര ഹൃദയ സരോവര നിറുകയിൽ ഉദയാങ്കുലിയാകൂ. അപരമാ പഠിക്കൂ. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി
ഗുണദായിനി സർവശുഭകാരിണി കാതര ഹൃദയ സരോവര ഇരുകയിൽ ഉദയാങ്കുലിയാകൂ മംഗളം തൂ കുടരാത്രിയിൽ കൊള്ളും മഹേശ്വരി സർവശുഭകാരിണി നാദാത്മികേ മൂകാംബികേ ആദിശക്തി നീയേ. താങ്ക് യു സാർ. ഇത്ര കിട്ടുന്നുള്ളൂ ചൊല്ലാം. നാദാത്മികേ ദേവി മൂകാംബികേ ആദിപരാശക്തി നീയേ അഴലിന്റെ ഇരുൾ വന്ന് മൂടുന്ന മിഴികളിൽ നിറകതിർ നീ ചൊരിയൂ ജീവനിൽ സൂര്യോദയം തീർപ്പൂ കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി കാതര ഹൃദയ സരോവര നിറുകയിൽ ഉദയാങ്കുലിയാകൂ മംഗളമന്ദസ്മിതം തൂകൂ. ഓക്കെ, അടുത്ത പാട്ട് ഒളിക്കുന്നുവോ, ചെമ്പക്കുളം തച്ചൻ. യെസ്. ഒളിക്കുന്നുവോ ഇറങ്ങിങ്ങനെ പാടാണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്തേക്ക് വായ്പാട്ടെ ഓടി വെള്ളമായൊരൻ മോഹക്കായൽ മോടി വെള്ളമാണൊരി മുഴക്കോലും പോലും കൂടാതെ അളന്നിട്ടു പെണ്ണ് എന്നോടെന്തായി ഓരായിരം. താങ്ക് യു സാർ. ഓക്കെ. എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കതിർ ഇന്ന് ഇത്ര ധന്യതയായിരുന്നു. അത് തരങ്കിണിയുടെ ഒരു ഉത്സവഗാനം, ഏതൊരു ഗാനത്തിലുള്ള മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. സിനിമ പാട്ടല്ലെങ്കിൽ കൂടി ഒത്തിരി ഒത്തിരി നമ്മളെയൊക്കെ മനസ്സിൽ ഇടം പിടിച്ചൊരു പാട്ടാണ് ഇത്. മോഹനരാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയത്. സരിഗ പദ സാദ പഗരി സാ, അങ്ങനെയാണ് മോഹനരാഗം അതിന്റെ ആരോഹണം അവരോഹണം എന്ന്. അതിൽ വരുന്ന മനോഹരമായി അതിൽ ചിട്ടപ്പെടുത്തിയ ഈ മോഹനരാഗത്തിലാണ് ഒരുപാട് സംഗീത സംവിധായക ഗാനങ്ങൾ ചിട്ടപ്പെടുത്താറ്. പക്ഷെ അതില് ഒരു വെറൈറ്റി ആയിട്ടാണ് പലരും പല രീതിയിലാണ് ഗാനങ്ങൾ ചിട്ടപ്പെടുന്നത്. മോഹനത്തിന്റെ ശരിക്കും ഒരു സൗന്ദര്യം ഈ ഒരു പാട്ടിലുണ്ട് നമുക്ക് പറയും. എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കതി ഇന്ന് ധന്യതയാർന്നു എണ്ണ തന്മണം പൊന്നിൻ പൂന്തലിൽ പുൽകി പടർന്നതിനാലേ എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കതി ഇന്ന് ധന്യതയാർന്നു എള്ളെണ്ണ തന്മണം പൊന്നിൻ പൂന്തലിൽ പുൽകി പടർന്നതിനാലേ എന്നും തലോടുന്ന പൂന്തന്നൽ വീജികൾ
ഇന്നെത്ര സൗരഭ്യമാർന്നു എന്നും തലോടുന്ന പൂന്തന്നൽ വീചികൾ ഇന്നെത്ര സൗരഭ്യമാർന്നു കാണാത്ത കസ്തൂരി തൂവും നിൻ ചുണ്ടിലെ കണികകളെ പോകയാലേ എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കതിൽ ഇന്നെത്ര ധന്യതയാർന്നു എല്ലെണ്ണ തന്മണം പൊങ്ങും നിൻ കൂന്തലിൽ ഉൽകി പടർന്നതിനാലേ. മനോഹരമായിട്ടുള്ളൊരു പാട്ട് പാടിക്കോളൂ. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് കൂടെ പോകാം. എനിക്ക് വേറെ ആർക്കും പാടാവോ? എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കതിർ ഇന്നെത്ര ധന്യതയാർന്നു എള്ളെണ്ണ തന്മണം പൊങ്ങും നിൻ കൂന്തലിൽ പുൽകി പടർന്നതിനാലും എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കതിർ ഇന്നെത്ര ധന്യതയാർന്നു. താങ്ക് യു സർ. താങ്ക് യു. നമുക്ക് ലാസ്റ്റ് പാട്ടിലേക്ക് പോകാം അല്ലെ? മഞ്ഞക്കിളിയുടെ മൂളി. സാർ പാടിക്കോളൂ. അത് സാബു സാർ വേറെ ആരെങ്കിലും പാടും? വേറൊരു പാടാം. മഞ്ഞക്കിളിയുടെ നീല പൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാരിക്കാവടിയാടും തിരിയഞ്ചും തെളിയുന്ന മിഴികളുമായി ചിരിക്കുമ്പോൾ ചിലമ്പുന്ന ചിലങ്കയുണ്ടേ വലം കയ്യിൽ വളകളുണ്ട് വരമഞ്ഞൾ തേച്ചു കുളിക്കും പുലർകാല സന്ധ്യേ തിരുതാലിച്ചാർത്തും കുഞ്ഞുമുകിലോ തെന്നലേ മഞ്ഞാട മാറ്റിയെടുക്കും മഴവിൽ തിടമ്പേ നിന്റെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടോ മനസ്സിനുള്ളിൽ മാരിക്കാവടിയാടും ചിന്തുണ്ടേ. ചിലങ്കയുണ്ട് വലങ്കയിൽ കുസൃതിക്ക് വളകളുണ്ട് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാരിക്കാവടിയാടും ചെന്നുണ്ടേ. ഓക്കെ, ആർക്കെങ്കിലും പാടാണ്ടി പാടും? ഇല്ലെങ്കിൽ നമുക്ക് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാരിക്കാവടിയാടും ചിന്തുണ്ടേ തിരിയഞ്ചും തെളിയുന്ന മിഴികളുണ്ടേ ചിരിക്കുമ്പോൾ ചിലമ്പുന്ന ചിലങ്കയുണ്ടേ വലങ്കയിൽ കുസൃതിക്ക് വളകളുണ്ട് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് വരമഞ്ഞൾ തേച്ചു കുളിക്കും പുലർകാല സന്ധ്യേ തിരുതാലി ചാത്തും കുഞ്ഞുമുകിലോ തെന്നലോ മഞ്ഞാട മാറ്റിയൊടുക്കും മഴവിൽ തിടമ്പേ നിന്റെ മണിമാറിൽ മുത്തും രാത്രി നിഴലോ തിങ്കളോ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാരിക്കാവടിയാടും ചിന്തുണ്ടേ തിരിയഞ്ചും തെളിയുന്ന മിഴികളുണ്ടേ ചിരിക്കുമ്പോൾ ചിലമ്പുന്ന ചിലങ്കയുണ്ടേ വലങ്കയിൽ കുസൃതിക്ക് വളകളുണ്ട്. താങ്ക് യു സർ. ഓക്കെ, നമ്മള് എല്ലാ പാട്ടുകളും നമ്മുടെ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. നമുക്ക് നമ്മളുടെ മ്യൂസിക് തെറാപ്പിക്ക് അല്ലെങ്കിൽ പാട്ട് വിശേഷത്തിന് ഗ്രൂപ്പുണ്ട്. ആ പാട്ടുകളെല്ലാം നമ്മൾ ഇടുന്നുണ്ട്. പാട്ടുകളൊക്കെ ഒന്ന് കേട്ടിട്ട് വന്നിട്ട് പാടിക്കും. അപ്പം പാടുന്നതിനൊരു പവർ കിട്ടും. 4 വരി അതിൽ കുറിച്ച്. ഓക്കെ, ഷാബു സാർ പറയൂ.
ഞാൻ ആ Yes, okay. ഗ്രൂപ്പില് എന്നെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു സാറേ. ഞാനില്ല. ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ, ആഡ് ചെയ്തില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഷാബു സാർ നമുക്ക് ഫൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. യെസ്, ഓക്കെ, താങ്ക് യു. അപ്പോ രവീന്ദ്ര സംഗീതം നമ്മളുടെ ഫ്ലോറിലൂടെ ഇന്ന് വീണ്ടും പുനരവതരിപ്പിച്ചു. അദ്ദേഹത്തിന് അനശ്വരനായ സംഗീത സംവിധായകന് നമ്മളുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സല്യൂട്ട്, ബിഗ് സല്യൂട്ട്. കാരണം നമ്മുടെയൊക്കെ ഗൃഹാതുരത്വമായിട്ടുള്ള ഓർമ്മകളെ ഇന്നും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് ഗാനങ്ങൾ, ശാസ്ത്രീയ സംഗീതത്തിന് പുതിയ മാനങ്ങൾ നൽകി ശാസ്ത്രീയ സംഗീതത്തോട് ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുവാൻ നമ്മളെയൊക്കെ പഠിപ്പിച്ച ഒരു സംഗീത സംവിധായകനാണ് രവീന്ദ്ര മാസ്റ്റർ. അപ്പൊ അദ്ദേഹത്തിനുള്ള എല്ലാ ആദരാഞ്ജലികളും ഹൃദയത്തിൽ നിന്ന് അർപ്പിക്കുന്നു. ഇതുവരെ പങ്കെടുത്ത എല്ലാവർക്കും കൂടുതൽ പേര് ഇതിന് പങ്കെടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം, നിങ്ങളുടെ ഗാനങ്ങളും പങ്കുവയ്ക്കണം. അതോടൊപ്പം ഗാനത്തിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഓർമ്മകൾ ഉണ്ടെങ്കിൽ അതും കൂടി പങ്കുവച്ചാൽ അത് നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട്. അവൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ, നമസ്കാരം. താങ്ക് യു. വിൻസെന്റ് സാറ് രണ്ട് വരി പാടാന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ച. മനോജ് സാർ കിട്ടിയില്ലെന്ന്. മനോജ് സാർ വന്നില്ലേ? സാർ ഉണ്ട് ഇവിടെ, എനിക്ക് ഉണ്ടല്ലേ? തോന്നുന്നു. പാടാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലാവില്ല അല്ലെ? ഓക്കെ. അപ്പൊ വിൻസെന്റ് സാർ, അപ്പൊ അടുത്ത ആഴ്ച വരുമ്പോ അടുത്ത ആഴ്ച ആരുടെ പാട്ട്? അയ്യോ, നമ്മൾ നോക്കിയില്ലല്ലോ. അടുത്ത ആഴ്ച നമുക്ക് ബിച്ചു തിരുമലയുടെ വെക്കാം. അദ്ദേഹത്തിന്റെ ഇതാണ് വരുന്നത്, ബിച്ചു തിരുമല. വേണോ? ഓക്കെ. ആളുകൾ കുറഞ്ഞു വരുന്നുണ്ടോ? അത് ഈ സമയമാകുമ്പോഴാണ് അല്ലെ? 7 മണിക്ക് തുടങ്ങിയതല്ലേ അല്ലെ? അത് കാരണമാണ് ഈ കൊഴിഞ്ഞു പോക്ക് വരുന്നത്. 2 മണിക്കൂറല്ലേ? 2 മണിക്കൂർ ഇരിക്കാനായിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും. ബിച്ചു തിരുമല നവംബർ 26 അപ്പൊ ഈ അടുത്ത ആഴ്ച ബിച്ചു തിരുമലയുടെ പാട്ടാക്കാം അല്ലെ? ബിച്ചു തിരുമല, അതെ. 26 അപ്പൊ അടുത്ത ആഴ്ച തിരുമല പാട്ടുകളൊന്ന് നോക്കിക്കോണം. നമ്മൾ പാട്ടുകളെ ഗ്രൂപ്പിലിടും. പെട്ടെന്ന് അഡ്വാൻസ് ആയിട്ട് 3, 5, 6 ദിവസങ്ങൾ മുമ്പേ ഇടും. അപ്പൊ അതനുസരിച്ച് ഇതിലെ ഓർത്തോളൂ, ബിച്ചു തിരുമലയുടെ പാട്ടുകൾ ഏതെങ്കിലുമൊക്കെ പാട്ടുകളൊക്കെ ഒന്ന് നോക്കൊണ്ടുവരിക. നമ്മൾ പാടുമ്പോൾ വെച്ചുള്ള ഭംഗിയായിട്ട് നമുക്ക് പാടാം, ധൈര്യമായിട്ട് കോൺഫിഡൻസോടെ പാടാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് ഇനിയാഗ്രാം എന്ന് പറയുന്ന ഒരു വിഷയമാണ്. നമ്മുടെ വ്യക്തിത്വത്തെ കൃത്യമായിട്ട് തിരിച്ചറിയുന്നത്. മനുഷ്യനെ 9 രീതികളിലാണ് വ്യക്തിത്വം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 9 തരത്തിലുള്ള വ്യക്തികളുണ്ടെന്നാണ്. അപ്പൊ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു ക്ലാസ്സാണ് നാളെ. അനീഷ് എന്ന് പറഞ്ഞൊരു പുതിയ ട്രെയിനറാണ് എടുക്കുന്നത്, ഇനിയാഗ്രാം. ഓക്കെ, അപ്പൊ നാളെ നമുക്ക് വൈകുന്നേരം 7 മണിക്ക് കാണാൻ വീണ്ടും. സോ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ് സാർ.